സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരാഴ്ചയൂടെ നമുക്ക് കൂടി വരുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ദൈവമേ, തന്ന ഈ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ യാത്രയിലൊക്കെ കൂടെ ഇരുന്നല്ലോ, ആപത്തനത്തിന് ഉടമ്പരാതെ കാത്തു സൂക്ഷിച്ചല്ലോ കർത്താവേ. ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂടിവരവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മാസത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച നന്ദി കരയറ്റുന്നു. അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അത് അനുഭവിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ മറിയാമ്മ ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, നീ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നു ഓർത്ത് സ്തോത്രം. കർത്താവെ, ഓരോ ദിവസവും അവിടുത്തെ വലിയ ദാനമാണല്ലോ. അതിന് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ സമയം വരെയും ഞങ്ങളായിരുന്നിടത്തൊക്കെയും നീ ഞങ്ങളെ പരിപാലിച്ചല്ലോ, നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വിശുദ്ധ ദിവസം നീക്ക് ദാനമായി തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് അനേകായിരങ്ങൾ നിന്നെ വാഴ്ത്തിയല്ലോ, നിന്നെ സ്തുതിച്ചല്ലോ, നിനക്ക് മഹത്വം കരയേറ്റില്ല. കർത്താവേ, നിന്റെ ആരാധനയെ സംബന്ധിച്ചല്ലോ, അവിടുത്തെ സംസർഗത്വം ഏറ്റുവാങ്ങിയല്ലോ. കർത്താവേ, എല്ലാത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് എത്ര നല്ലവനും വല്ലഭനും മതിയായവനാണ്. കർത്താവേ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിൽ ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ നേർവഴി നടത്തുന്ന ദൈവമാകിയാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവേ, എത്ര വലിയവനായ ദൈവമാ, ആ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഇന്നും കർത്താവേ ഫ്രൈഡേ ഫാസ്റ്റിംഗ് ആയിട്ട് അടിയങ്ങൾക്ക് നിന്റെ സന്നിധി കൂടി വരുവാൻ ദൈവമേ നീ ഇടയാക്കിയല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക വർഷങ്ങളായിട്ട് അടിയങ്ങളെ ഈ ഭൂമിയുടെ പ്രദേശത്ത് കർത്താവേ ഈ കൂട്ടായ്മയുടെ ബന്ധത്തിലാക്കിയിരിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരും കർത്താവേ ദൈവമേ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ നിന്റെ സന്നിധിയിൽ എല്ലാ ആഴ്ചയിലും കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വന്നത് നന്നായി എന്ന് പറയുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ഞങ്ങൾക്ക് മടങ്ങിപ്പോവാൻ അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകള് കുറ്റങ്ങളൊന്നും ഞങ്ങളോട് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കൂടുതൽ വിശുദ്ധിയോടെ നിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ തക്കണം ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, വ്യക്തികളായിട്ട് കുടുംബമായി നീ ഞങ്ങളെ എല്ലാവരെയും കാക്കുന്നല്ലോ, പരിപാലിക്കുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, കർത്താവെ, യാത്രയിലായിരിക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിൽ വെക്കുന്നു. എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ ദൈവമേ നീ അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അനേകരും മടിച്ചിരിക്കുന്നുണ്ട്. കർത്താവേ, ദൈവമേ, നീ അവരെയൊക്കെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ കർത്താവെ ശോഷിച്ചു പോകാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂടുതൽ ആളുകൾ കടന്നു വന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുവാന് ദാവേ നീ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവേ, ഇന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വാസ്തവമായി അനുഭവിപ്പാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദാവേ, ഇന്നത്തെ ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഓരോ ശുശ്രൂഷയും ചെയ്യുന്ന മക്കളെ അപ്പച്ചന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവമേ, കൊയറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകാര്യം ചെയ്യുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാവേ, സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരെയും കർത്താവേ അവിടുന്ന് കൂടിയിരിക്കണമേ, അവിടുന്ന് ആലോചന പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾക്ക് വചനവുമായിട്ട് കടന്നു വന്ന പ്രിയ അർജുനന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, മകന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വേലകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പ്രിയ മാനിൽ കൂടി അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് കർത്താവേ പ്രിയമാനിൽ കൂടി കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച
കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാട്ടിലായിരിക്കുന്ന ദാസിയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെയും ജീവിതത്തിലോടൊന്ന് മതിയായവനായി കൂടിയിരിക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം അപ്പച്ച. ദൈവമായ കർത്താവേ, ഞങ്ങള് ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ കരകളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, മീറ്റിങ്ങിൻ്റെ ആദ്യ അവസാനം അവിടുന്ന് കൂടിയിരിക്കണമേ. അവിടുത്തെ കൃപയും ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ കർത്താവേ. വന്നതുപോലല്ല കർത്താവേ, സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ. ഒരു പകൽക്കാലം കൂടി എൻ്റെ യേശുവിനെ പാടുവാൻ, എൻ്റെ യേശുവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ ആമേൻ നമ്മൾക്ക് ഏവർക്കും ലഭിച്ച ഈ വലിയ പദവി, ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠമാണ്. ഈ ഹാളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ സൂമിലുമായി ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ഈ പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാൻ, ഈ 6-ാം മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ദിവസം നമ്മൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഒരു പദവി കൂടി ദൈവം നമുക്ക് തന്നു. നമ്മൾക്ക് ആയുസ് തന്നു, നമുക്ക് ആരോഗ്യം തന്നു, അവന്റെ കൃപ തന്നു, അവന്റെ ജീവൻ തന്നു, സ്നേഹം തന്നു, ബലം തന്നു. അവൻ നമ്മളെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ചില ഗാനങ്ങൾ പാടി ആരാധിക്കണം. ഗാനം ഇങ്ങനെയാ പറയുന്നത്: എന്റെ അന്തരംഗവും എന്റെ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ. കാരണം നീ വലിയവൻ, നീ വല്ലവൻ, നീ വല്ലഭൻ, നീ ഉന്നതൻ. ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ അന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നതാ. എൻ അന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. എൻ അന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. നീ നല്ലവൻ, നീ വല്ലവൻ, എൻ രക്ഷകാ മഹാപ്രഭോ. നീ നല്ലവൻ, നീ വല്ലവൻ, രക്ഷകാ മഹാപ്രഭോ. കണ്ണുനീരിൻ താഴ്വരയിൽ ഞാൻ നടന്നിടും, നേരവും നിൻ കൈകളെന്നെ പിന്തുടർന്നിടും. കണ്ണുനീരിൻ താഴ്വരയിൽ ഞാൻ നടന്നിടും, നേരവും നിൻ കൈകളെന്നെ പിന്തുടർന്നിടും. നിന്നാലയെ വസിക്കുവാൻ ഏഴയെന്നെയും നീ തീർത്തതാൽ ഞാൻ ഭാഗ്യവാൻ തീർന്നു നിശ്ചയം. നിന്നാലയെ വസിക്കുവാൻ ഏഴയെന്നെയും നീ തീർത്തതാൽ ഞാൻ ഭാഗ്യവാൻ തീർന്നു നിശ്ചയം. ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. നീ നല്ലവൻ, നീ വല്ലവൻ, എൻ രക്ഷകാ മഹാപ്രഭോ. നല്ലവൻ, നല്ലവൻ, നീ വല്ലവൻ, നീ വല്ലവൻ, എൻ രക്ഷകാ മഹാപ്രഭോ. ഞാൻ വസിക്കുമീയൊരു ദിനം നിന്നന്തികെ 1000 ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠമേതവാ. ഞാൻ വസിക്കുമീയൊരു ദിനം നിന്നന്തികെ 1000 ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠമേതവാ. സന്നിധാനമെന്റെ നിത്യാശ്രയം വിഭോ, സർവവും തരുന്നിതാ ഞാൻ നിൻകരങ്ങളിൽ. സന്നിധാനമെന്റെ നിത്യാശ്രയം വിഭോ, സർവവും തരുന്നിതാ ഞാൻ നിൻകരങ്ങളിൽ. എൻ അന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. എൻ അന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ. നീ നല്ലവൻ, നീ വല്ലവൻ, എൻ രക്ഷകാ മഹാപ്രഭോ. നീ നല്ലവൻ, നീ നല്ലവൻ,
വല്ലവൻ നീ വല്ലവൻ രക്ഷകാ മഹാപ്രഭോ ഞാൻ നന്ദികേ ആയിരം ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠമേധവാ ഞാൻ വസിക്കുമീ ഒരു ദിനം നിനന്തികേ ആയിരം ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠമേധവാ സന്നിധാനമെന്നെ നിത്യ ആശ്രയം വിഭോ സർവവും തരും നിദാനം നിൻകരങ്ങളിൽ സന്നിധാനമെന്നെ നിത്യ ആശ്രയം വിഭോ സർവവും തരും നിദാനം നിൻകരങ്ങളിൽ എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ എന്നന്തരംഗവും എൻ ജീവനും ജീവനുള്ള ദേവനെ സ്തുതിച്ചിടുന്നിതാ നീ നല്ലവൻ നീ വല്ലവൻ എൻ രക്ഷകാ മഹാപ്രഭോ നീ നല്ലവൻ നീ വല്ലവൻ നീ വല്ലവൻ എൻ രക്ഷകാ മഹാപ്രഭോ. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. നമുക്ക് സങ്കീർത്തനം 66 Psalm 66 വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalm 66. Shout with joy to God all the earth. നാമത്തിന് Say to God, how awesome are your deeds. So great is your power that your enemies cringe before you. Come and see what God has done, how awesome his works in man's behalf. He rules forever by his power. His eyes watch the nations. Let not the rebellious rise up against him. അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ. He has preserved our lives and kept our feet from slipping. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. You brought us into prison and laid burdens on our backs. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. I'll come to your temple with burnt offerings and fulfill my vows to you. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവ എന്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എന്റെ വായാൽ നേർന്നു. I will sacrifice fat animals to you, and an offering of rams I'll offer bulls and goats. സർവഭക്തന്മാരുമായുള്ളവയെ വന്നു കേൾപ്പീൻ, അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. I cried out to him with my mouth, his praise was on my tongue. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കതിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. But God has surely listened and heard my voice in prayer. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും എന്റെ ദേഹങ്ങളിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല അനുഗ്രഹപ്പെട്ട ഈ സങ്കീർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇത് വളരെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. തുടങ്ങുന്ന ഒന്നാമത്തെ വാക്യം ഇംഗ്ലീഷിൽ പറയുന്നത് ഷൗട്ട് വിത്ത് ജോയ് ടു ഗോഡ് ഓൾ ദി എർത്ത്. മലയാളത്തിൽ അത് ഘോഷിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് ഷൗട്ട് ഫോർ ജോയ്. ഈ ഷൗട്ട് എന്ന് പറയുമ്പം നമ്മൾ വളരെ ഉച്ചത്തിൽ പറയുന്ന, നമ്മൾ സന്തോഷത്തോടിരിക്കുമ്പം നമ്മൾ വളരെ ഉറക്കെ ചിരിക്കുക, അല്ലെങ്കിൽ വളരെ ദുഃഖത്തിലായിരിക്കുമ്പം കരയുമ്പം വളരെ നമ്മൾ പൊട്ടിക്കരയുക. ഇത് നമ്മുടെ ഉള്ളത്തിൽ വരുന്ന ഒരു വലിയൊരു
ഇമോഷണൽ ഫീലിംഗാണ്. സന്തോഷത്തോടെ നമ്മൾ ഷൗട്ട് ഫോർ ജോയ് എന്ന് പറയുമ്പം ആ നമ്മുടെ ഉള്ളിലുള്ള ആ സന്തോഷം കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നാൽ ശരിയായിട്ട് മലയാളത്തിൽ എനിക്കൊന്ന് ഇംഗ്ലീഷിൽ ഇത് വരുമ്പം ആർത്തിടുക എന്ന ഒരു അർത്ഥത്തിൽ അത് വരുന്നത് സന്തോഷം കൊണ്ട് ഷൗട്ട് ഫോർ ജോയ്. അത് ആ സങ്കീർത്തനക്കാരൻ ദൈവത്തെ ആ ദൈവത്തിലുള്ള വലിയൊരു സന്തോഷം അതെന്താണ് നമുക്ക് പിന്നിൽ കാണാം. 2-ാം വാക്യത്തിൽ പറയുന്നത് സിംഗ് ദ ഗ്ലോറി ഓഫ് ഹിസ് നെയിം. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് സേ ടു ഗോഡ് ഹൗ ഓഫ്സം ആർ യുവർ ഡീഡ്സ്, സോ ഗ്രേറ്റ് ഇസ് യുവർ പവർ. 4-ാം വാക്യം ഓൾ ദ എർത്ത് ബൗസ് ഡൗൺ ടു യു. ഈ 4 വാക്യങ്ങൾ ഒരു വളരെ സന്തോഷം, വളരെ ഒരു വിടുതൽ കിട്ടിയത്, അതോ വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു അവസ്ഥയിൽ ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഒരു നാച്ചുറൽ ഒരു റിയാക്ഷനാണ്. ദൈവസന്നിധിയിൽ നമ്മൾ കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, നമ്മൾ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്നത്, ഇത് വളരെ ഒരു ഭാഗ്യാവസ്ഥയല്ലേ. എന്നാൽ 3-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ 2-ാമത്തെ ഭാഗ്യം പറയുന്ന സോ ഗ്രേറ്റ് ഇസ് യുവർ പവർ ദാറ്റ് യുവർ എനിമീസ് ക്രിഞ്ച് ബിഫോർ യു. ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഭയപ്പെട്ട് കുനിഞ്ഞു നിന്ന്, വളരെ ഭയത്തോടെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇംഗ്ലീഷിൽ ക്രിഞ്ചിനുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു വിശ്വാസിയുടെ സന്തോഷം, മറ്റു സ്ഥലത്ത് ശത്രുവിൻ്റെ ഭയം, പേടി, ദൈവസന്നിധിയിൽ നിമിർന്ന് നിൽക്കാൻ വയ്യാതെ കുനിഞ്ഞു നിന്ന് വേദനയോട് ഭയത്തോട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ 2 കോൺട്രാസ്റ്റിംഗ് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു വിശ്വാസിയും ഒരു അവിശ്വാസി, അല്ലെ ഒരു ശത്രു, അല്ലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ വിരോധിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഈ 4 വാക്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണാം. എന്നാൽ 5, 6, 7, 8 വാക്യങ്ങൾ 5 to 9 കം ആൻഡ് സീ വാട്ട് ദ ഗോഡ് ഹസ് ഡൺ. ഈ സന്തോഷം, ഈ ദൈവത്തെ ഈ സ്തോത്രം ചെയ്യാനുള്ള കാരണം എന്താ? അത് 5 തൊട്ട് 9 വരെ പറയുന്നത്. കം ആൻഡ് സീ വാട്ട് ഗോഡ് ഹാസ് ഡൺ, ഹൗ ഓസം ഹിസ് വർക്ക്സ് ഇൻ മാൻസ് ബിഹാഫ്. ഹി ടേൺ ദ സീ ഇൻ ടു ഡ്രൈ ലാൻഡ്. ഇത് ചെങ്കടൽ 2ആയിട്ട് വിഭാഗിച്ച ആ ഒരു ഇതിലാണ് പറയുന്നത്. ആ ഒരു അനുഭവത്തോടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് he turned the sea into dry land, they passed through the waters on foot. They come, let us rejoice in him. He rules forever by his power. His eyes watch the nations, let not the rebellious rise up against him. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ ചെങ്കടൽ 2ആയിട്ട് ദൈവം നമുക്ക് വേണ്ടി മാറ്റി തന്നില്ലായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസം, നമ്മുടെ വേദനയുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അവസരങ്ങൾ, ഇതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രയാസം, നമ്മുടെ വേദനയുടെ സമയത്ത്, നമ്മൾ നിലവിളിച്ച സമയത്ത് നമ്മൾ മുമ്പോട്ട് എങ്ങനെ പോകും, പൊരിഞ്ഞലോട്ട് എങ്ങനെ പോകും, മുമ്പിൽ മരണം, പുറയിൽ മരണം, ഒരു നമുക്കൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ വരുമ്പം ഡെഡ് എൻഡ് എന്ന് പറയുന്നത്, മുമ്പോട്ട് പോകാൻ വഴിയില്ല, പുറകോട്ട് പോകാൻ വഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അന്നും ദൈവം നമുക്ക് ഒരു വഴി തുറന്നു തരുന്ന ആ ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിൽ ഒരു വഴി തുറന്നു കൊടുത്ത പോലെ തന്നെയല്ലേ അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ആ വലിയൊരു മിറക്കിൾ എക്സ്പെക്ട് ചെയ്യല്ലേ. പക്ഷെ ദൈവത്തിന് ഓരോരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മിറക്കിളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത് He rules forever by his power. His eyes watch the nations. എല്ലാ ജാതികളെയും എല്ലാം രാഷ്ട്രത്തെയും ലോകം മൊത്തം ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹി ഈസ് വാച്ചിങ്. എന്നാൽ അവിടെ ഒരു വാർണിംഗ് കൊടുക്കുന്നത് ലെറ്റ് നോട്ട് ദ റിബെലിയസ് റൈസ് അപ്പ് അഗെയിൻസ്റ്റ് ഹിം. ദൈവത്തെ വിരോധിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കുക. ദൈവം മഹാശക്തനാ, ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ എതിർക്കല്ലേ. ആ വലിയൊരു വാർണിംഗ് അവിടെ കൊടുക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10 തൊട്ട് 12 വാക്യങ്ങൾ ഗോഡ് ടെസ്റ്റ്സ് us. ഈ
ഈ ഒരു അനുഭവത്തിൽ വരുന്നതിൻ്റെ മുമ്പേ, അല്ലെ ഈ അനുഭവത്തിലോട്ട് വരുന്ന ആ സമയത്ത് ദൈവം നമ്മളെ അനേകം വഴി കൂടെ കടത്തിക്കൊണ്ട് പോകും. അതാണ് നമ്മൾ 10 തൊട്ട് 12 വാക്യം വരെ കാണുന്നത്. ഹി ടെസ്റ്റ്സ് us, ഹി ടേക്സ് us ത്രൂ ഫയർ ആൻഡ് വാട്ടർ. തീ കൂടെ വെള്ളത്തിൽ കൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകും. സിൽവറിനെ പ്യൂരിഫൈ ചെയ്യുന്ന പോലെ, സിൽവർ നമുക്കറിയാം പ്യൂരിഫൈ ചെയ്യുന്ന, അല്ലെ ഗോൾഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന തീയിൽ കൂടെ അല്ലേ, അതിൽ അശുദ്ധ എല്ലാം മാറ്റിയെടുക്കാനാ ആ സ്വർണത്തെ അല്ലെ വെള്ളിയെ ദൈവം ആ തീ കൂടെ കടത്തി വിടുന്നത്. അല്ലാതെ ആ സ്വർണം നശിച്ചു പോകാനല്ല. എന്നാൽ ആ സ്വർണം അല്ലെ വെള്ളി അത് അശുദ്ധിയെല്ലാം മാറ്റി പ്യൂറായി മാറാൻ, അല്ലെ ഒരു 24 ക്യാരറ്റ് ആയിട്ട് 100% പ്യൂരിറ്റിയിലോട്ട് വരണമെങ്കിൽ ആ തീയുടെ അവസ്ഥ ആവശ്യമാണ്. എന്നാൽ ചില വിശ്വാസികൾക്ക് ചിലപ്പം തീ കൂടെ കടന്നു പോകേണ്ടി വരും, ചിലപ്പം വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും, ചിലപ്പം ജയിലിലെ പ്രിസണിൽ പോകേണ്ടി വരുമായിരിക്കും, പല ഭാരങ്ങൾ എടുക്കേണ്ടി വരിക്കും. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെയും അന്ത്യം ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. 12-ാം വാക്യം അവസാനം പറയുന്ന, ബട്ട് യു ബ്രോട്ട് us to a place of abundance. അബൻഡൻസ് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ള അവസ്ഥ. നമ്മൾ ആവശ്യം എന്താണോ അതിൽ കൂടുതൽ വളരെ വളരെ അധികമായിട്ട് ദൈവം തരുന്ന അബൻഡൻസ് എന്ന് പറഞ്ഞാൽ, ദൈവം ഒരിക്കലും നമുക്ക് അളന്നു തൂക്കിയല്ല തരുന്നത്. നമുക്ക് തരുമ്പോൾ ദൈവം തുറന്ന് കവഞ്ഞാ തരുന്നത്. നമുക്ക് കിട്ടുന്നതിനേക്കായിട്ടും നമുക്ക് ആവശ്യമുള്ളതിനേക്കായിട്ടും കൂടുതലാണ് തരുന്നത്. അതാ ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, അതാ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ കാണുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 13 തൊട്ട് 15 വാക്യം, അവിടെ ദൈവമക്കള് ചിലർ പ്രയാസത്തോട് കഷ്ടത്തോട് പോകുമ്പം ദേ മേക്ക് സർട്ടൻ വേഴ്സ്, ചില പ്രോമിസുകൾ ചെയ്യും. ദൈവമേ ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം. എന്നാൽ നമ്മുടെ ഒരു സാധനം നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് വേണ്ട ദൈവത്തിനെ അനുഗ്രഹം മേടിക്കാൻ. ദൈവത്തിനെ ഒന്ന് കൊടുക്കാനാ. ഈ തന്നതെല്ലാം ദൈവത്തിന് ദാനമല്ലേ. നമ്മൾ നിൽക്കുന്ന, നമ്മൾ ശ്വാസം എടുക്കുന്നത് അവിടുത്തെ ദാനമല്ലേ. നമ്മുടെ സ്വത്തോ സമ്പത്തോ ഇത് ദൈവം തന്നതല്ലേ, ദൈവത്തിൻ്റെതല്ലേ. നമ്മുടെ കുടുംബമോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ വെറും ദാനം മാത്രം. അല്ലെ നമ്മൾ തിരിച്ച് ദൈവത്തിന് എന്താ കൊടുക്കാൻ പറ്റുന്നത്? ദൈവത്തിന് നമ്മുടെ ഒരു പ്രയാസ സമയത്ത് ദൈവമേ എനിക്ക് അത് കിട്ടിയാൽ, അല്ലെ അത് ലഭിച്ചാൽ ഞാൻ അത് തരും ഇത് തരുമെന്ന് പറയുമ്പോൾ അത് എന്തോ മീനിങ് ഉണ്ട് അതിനകത്ത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ദൈവസന്നിധി നമ്മൾ എന്തേലും ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തേലും നമ്മൾ കൊടുക്കാമെന്ന് ദൈവസന്നിധിയിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ എപ്പോഴും ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനനീയാസും സഫീരയുടെയും ആ ഒരു ഇൻസിഡൻറ്റാണ്. ആ സ്വത്ത് അവരുടേതായിരുന്നു, വിൽക്കുന്നതിന് മുമ്പേ വിറ്റ് കഴിഞ്ഞും അവരുടേതായിരുന്നു. എത്ര വെക്കണം എത്ര കൊടുക്കണം അതും അവർക്ക് തീരുമാനിക്കായിരുന്നു. അവരുടെ കയ്യിലുള്ള കാര്യമായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി മാറ്റിവെച്ച്, അല്ലെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിനൊരു പിന്മാറുന്നത്, അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. നമ്മൾ കൊടുക്കാൻ ദൈവം നമ്മളെ നിർബന്ധിച്ചില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടമായിട്ട് നമ്മൾ ഒരു കാര്യം ദൈവസന്നിധിയിലേറ്റ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഫുൾഫിൽ ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. 16-17 വാക്യം, കം ആൻഡ് ലിസൺ ഓൾ യു ഫിയർ ഗോഡ്, ലെറ്റ് മീ ടെൽ യു വാട്ട് ഹി ഹസ് ഡൺ ഫോർ മീ. ഐ ക്രൈഡ് ഔട്ട് ടു ഹിം വിത്ത് മൈ മൗത്ത്, ഹിസ് പ്രൈസ് വാസ് ഓൺ മൈ ടങ്. ഇവിടെ ഒരു വിശ്വാസി ദൈവസന്നിധി ദൈവമക്കളെ മുമ്പേ സാക്ഷ്യം പറയുന്ന ഒരു ടെസ്റ്റ് മണി, ഞാൻ പറയട്ടെ എന്തോ ദൈവം എനിക്ക് ചെയ്തിട്ടുള്ളത്. ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ മറ്റവരോട് നമ്മൾ പറയണം, എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികൾ എന്താ, എന്തൊക്കെ കഷ്ടപ്പാട് കൂടെ ഞാൻ പോയി, ഞാൻ തകർന്നു പോയായിരുന്നു, ഞാൻ വളരെ കഷ്ടത്തോട് പോയപ്പം ദൈവം എന്നെ നടത്തിയ വഴികൾ, അത് ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കാണും ഇപ്പോഴും. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് അൺഗ്രേറ്റ്ഫുൾനെസ് ആയി മാറും. 18-19 വാക്യം, if I had cherished sin in my heart, the Lord would not have listened. But God has surely listened and heard my voice. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത് ചിലപ്പം നമ്മൾ അവിശ്വാസമായിരിക്കും, ചിലപ്പം ദൈവത്തിന് സമയത്തിന് ദൈവം നൽകും. എന്നാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പാപത്തിന് അംശമുള്ളതുകൊണ്ട് പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെ പോകുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇഫ് ഐ ഹാഡ് ചെറിഷ്ഡ് സിൻ ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഉള്ളിൽ
പാപത്തിന് അംശം ഉണ്ടായിരുന്നെങ്കിൽ the Lord would not have listened. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ സങ്കീർത്തനകാരൻ ഇവിടെ പറയുന്നത്. അന്നേരം but God has surely listened and heard my voice in prayer. Praise be to God who has not rejected my prayer. ദൈവം ഒരിക്കലും നമ്മളെ റിജക്റ്റ് ചെയ്യത്തില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്നേഹത്താലാണ്. ദൈവം നമ്മൾ പാപം ചെയ്തിട്ടും നമ്മളെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. യേശു ക്രിസ്തുവിനെ ലോകത്തിൽ വിട്ടത് അത് ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മളെ വിടുവിക്കാൻ ദൈവം ഒരുക്കി തന്ന ആ ക്രൂശിന്റെ ഭാഗം അതും ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്നും നമ്മൾ ജീവനോട് ഇവിടെ ഇരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കാൻ ദൈവസ്ഥാനിൽ നിൽക്കുന്നത് അതും ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അവസാനത്തെ വാക്യം പറയുന്നത്, ഓർ God, praise be to God who has not rejected my prayer or withheld his love from me. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ദയന, ഇന്ന് ഇംഗ്ലീഷ് പറഞ്ഞ he has not withheld his love from me. ദൈവം സ്നേഹമാണോ? നമ്മളെല്ലാത്തിലും, എല്ലാ സൃഷ്ടിയുടെ ഏത് കാര്യത്തിലും നോക്കിയാൽ ദൈവം സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എത്ര എതിർത്ത് പറഞ്ഞാലും, നമ്മൾ എത്ര ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്താലും, എത്രയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ മാറിപ്പോയാലും ഒരു നാള് നമ്മൾ തിരിച്ചു വരുന്ന വലിയൊരു ആഗ്രഹത്തോടെ ദൈവം നോക്കിയിരിക്കുക. അത് യേശു ക്രിസ്തു ആ മുടിയനാ പുത്രൻ പ്രോഡിഗൽ സന്റെ ആ വലിയൊരു പാരബിൾ പറഞ്ഞേക്കുന്നത്. എത്ര തെറ്റുകൾ ചെയ്തു ആ മകൻ, എല്ലാം ഉപേക്ഷിച്ച് എല്ലാ തെറ്റാ വഴികൾ നടന്നിട്ട് അവസാനം ഒന്ന് ഓർത്തു, ഒരു സുബോധം വന്ന ആ നിമിഷത്ത് ഓർത്തൊരു കാര്യമാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് മടങ്ങിപ്പോയാലോ. ആ ഒരു മടക്ക്, ആ ഒരു യു ടേൺ ആ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വേണം. ആ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഏതവസ്ഥയിലാണെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ആമേൻ, എനിക്ക് അവിടെ തിരിച്ചു പോയാൽ, ഒന്ന് പോയാൽ മതി. അന്ന് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് പിതാവ് നമ്മളെ സ്വീകരിക്കാൻ, വെൽക്കം ബാക്ക് മൈ സൺ, മൈ ഡോട്ടർ എന്ന് പറയാൻ ദൈവം ഒരുങ്ങിയിരിക്കുക. ദൈവം ഒന്ന് മാത്രം ആഗ്രഹിക്കുന്ന, ഐ എം നോക്കിംഗ് അറ്റ് യുവർ ഡോർ so that if you open the door, I'll come and have dinner with you. ദൈവം നമ്മുടെ കൂടെ ആ ഒരു കമ്മ്യൂണിയൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കമ്മ്യൂണിയനിലോട്ട് ദൈവം നമ്മളെ വിളിക്കുന്നത്, നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് പ്രിയ സജ്ജബ്രദർ നമ്മളെ ഓർപ്പിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കുറവുകളെ, നമ്മുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരുന്ന കർത്താവാകിയാൽ നന്ദിയോടെ സ്തോത്രം. യഹോവയെങ്കിലേക്ക് ചാരി ഹല്ലേലൂയ ദൈവപ്രസാദമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ ഹല്ലേലൂയ ഇടയാകട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുവാൻ എല്ലാവരും വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, ദൈവമേ ഹല്ലേലൂയ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൈ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് എബേസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഈ മധ്യാഹ്ന സമയത്ത് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. 2025 ഹല്ലേലൂയ പകുതി മാസത്തിൽ നമ്മളായിരിക്കുന്നു. ദൈവത്തിൻ്റെ അനവരതമായ നന്മകൾ അനുഭവിപ്പാൻ ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ച ദൈവം ഹല്ലേലൂയ, ആ ദൈവത്തോടെ ഈ മധ്യാഹ്ന സമയത്തും നമ്മുടെ നൊമ്പരകളെ, വേദനകളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഈ ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനേകർ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി ഉണരാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഹല്ലേലൂയ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയമക്കളെ, ഓരോ നിമിഷവും ദൈവം തന്ന ദാനമാണ്. ഹല്ലേലൂയ. നിലച്ചിരിക്കാത്ത നേരത്താണ് ഹല്ലേലൂയ ഹല്ലേലൂയ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ എത്രത്തോളം നമ്മളെ താഴ്ത്തുന്നു, അവൻ നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവ കരുതലിനും ദൈവ പരിപാലനത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ
നമ്മളെ ഏതവസ്ഥയിലും ഹല്ലേലൂയ നമ്മളെ കരുതുന്ന ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഈ ഹോളിലും സൂമിലും കൂട്ടിവരുത്തത് ഹല്ലേലൂയ അത് ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ, അതിനായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, അവൻ്റെ ദയ എന്നേക്കുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് മനസ്സലിയുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കഴിഞ്ഞ നാളിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച വിഷയങ്ങളൊക്കെ ഹല്ലേലൂയ കർത്താവ് കേട്ട് അതിന് മറുപടി തന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് പലരും വേർപെട്ടു പോയല്ലോ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ബാബുച്ചാൻ പ്രിയ ജോൺ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം പ്രിയദാസൻ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. ഹല്ലേലൂയ, പ്രിയ ജോൺ സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഷാർജ ഇടവകയിലുള്ള 11 വയസ്സുള്ള ഒരു കുഞ്ഞ് ഹല്ലേലൂയ ഹാൻസൺ രോഗത്താൽ ഹല്ലേലൂയ ദിഫ്തി ആൻഡ് ഷാർജ ഇടവകയുള്ള പെൺകുഞ്ഞ് 11 വയസ്സുള്ള കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിത്യയിലേക്ക് ചേർക്കപ്പെട്ട് ഇന്ന് ഹല്ലേലൂയ ആനപ്പറമ്പാൽ പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഏത് നിമിഷമാണ് ഹല്ലേലൂയ രോഗം കടന്നു വരുന്നത് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, വിനീതൻ്റെ മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിരിക്കുന്ന ഭവനത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, രോഗിക്ക് നല്ല വൈദ്യനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാ രോഗികളെയും നമുക്ക് ഏൽപ്പിച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ PK സക്രിയാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ദൈവം കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, റോഷനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ പൈതലിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. ഹല്ലേലൂയ, ബോൺ നാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഹല്ലേലൂയ തുടർന്ന് വെല്ലുകണ്ട പ്രദേശത്ത് കടന്നു പോകേണ്ട ആവശ്യമുണ്ടല്ലോ. ഹല്ലേലൂയ, ഒരു വലിയ സാമ്പത്തികമായ ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ അവർ കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അത്ഭുതകരം ആ ചെറുപ്പക്കാരൻ്റെ മേൽ കനിവ് തോന്നുവാൻ പ്രിയ റോഷനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രിയ പ്രിൻസിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പൈതൽ കഴിഞ്ഞ ദിവസം മടങ്ങി വന്നു. വീണ്ടും ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഹല്ലേലൂയ ഒരു പ്രൊസീജിയറിന് വേണ്ടി കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. പൂർണ്ണ സൗഖ്യം ലഭിപ്പാൻ ഹല്ലേലൂയ പ്രിയ പ്രിൻസ് പൈതലിനെ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ കൂട്ടായ്മയിലുള്ള ഷീബയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ശാരീരിക ബുദ്ധിമുട്ടിൽ കൂടെ ഹല്ലേലൂയ പ്രിയ മകൾ കടന്നു പോകുന്നല്ലോ. നമുക്ക് ഹല്ലേലൂയ പ്രിയ റോഷനെ ഷീബയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, പ്രിയ മക്കളെല്ലാവരും എൻ്റെ സൗഖ്യത്തിനായി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവം എന്നെ അത്ഭുതകരമായി ഹല്ലേലൂയ സൗഖ്യം തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, തുടർന്നും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കും. ദൈവം സൗഖ്യദായകനാകിയാൽ നന്ദിയോട് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഹല്ലേലൂയ ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ നാളിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പ്രിയ MS കുര്യന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. പീറ്ററിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സെന്നിന് കൊടുത്ത സൗഖ്യത്തിനായി നമുക്ക് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. USA സജിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, എല്ലാ രോഗികളെയും ഹല്ലേലൂയ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഈ ദൈവം ജീവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന യഹോവ ആകയാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുതലായിരുന്ന ദൈവം അവിടുന്ന് ആകിയാൽ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, നമ്മൾ തലമുറകളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഹല്ലേലൂയ സൂപ്പർ സ്പെഷ്യാലിറ്റി അഡ്മിഷൻ ലഭിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവം ഈ കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവം ഹല്ലേലൂയ ഉന്നത പഠനത്തിനേക്കുള്ള അവസരമൊക്കെ കൊടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അഡ്മിഷനൊക്കെ ലഭിപ്പാൻ, ഹയർ സ്റ്റഡീസിന് വേണ്ടി അഡ്മിഷൻ ലഭിപ്പാനൊക്കെ ഇടയായി. ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, വിദേശത്തും ഇന്ത്യയിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, ഭക്ഷണത്തോടും വിളയിച്ചതിൽ നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ ശക്തിയുടെ മറവിലെ കുഞ്ഞുങ്ങളെ കാത്ത് സൂക്ഷിച്ചുകൊള്ളുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. തലമുറകൾ നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ എൻ്റെ മാതാപിതാക്കളുടെ ദൈവം, എൻ്റെ ദൈവം തലമുറ അറിയാൻ തക്കവണ്ണം സ്വർഗത്തെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചുറ്റിക്കാത്ത് പരിപാലിച്ചുകൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ അവരുടെ കുടുംബജീവിതത്തിൽ മധ്യസ്ഥനായിരിക്കാൻ
ഹല്ലേലൂയ, ദൈവമേ സഹായിക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ തമ്പിയുടെയും ഷൈനിയുടെയും മകളുടെ വിവാഹം ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം നടന്നല്ലോ. അവർ നാളെ മടങ്ങി വരുന്നു. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കർത്താവെ തക്ക സമയത്ത് തക്കതായ തുണകളെയൊക്കെ ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട ഗുണവിഹിതം ഒരുക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കഴിഞ്ഞ 40 വർഷമായി ഒരു കൂട്ടായ്മയായി ഈ ദേശത്ത് നിൽക്കുവാൻ സ്വർഗത്തെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ശുശ്രൂഷയിൽ പങ്കാളിയായി തീർന്നല്ലോ. അനേകർ വന്ന് വചനം ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അനേകർ ഇപ്പോൾ നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. അവർക്കായി നമുക്ക് സ്തോത്രം കരയേറ്റാം. ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ബേബിക്കുട്ടിച്ചാനായി പ്രാർത്ഥിക്കാം. ഇന്നും കർത്താവ് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ശാരീരിക ക്ലേശമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം കാലിന് വിരലുകൾക്ക് വേദനയായിട്ടൊക്കെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. കർത്താവ് സൗഖ്യം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പ്രിയ കച്ചാനെ 76 സംവത്സരം കർത്താവ് കാത്തു പരിപാലിച്ചല്ലോ. നാളെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയ ബേക്കുട്ടിച്ചാനെ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആയുസ്സിന്റെ ഉടയവൻ ഹല്ലേലൂയ, നിന്റെ മകനെ പുതിയ കൃപകളോടെ, പുതുബലത്തോടെ, പുതുശക്തിയോടെ സ്വർഗത്തിൽ ദൈവം നടത്തിക്കൊള്ളുമാറാണ് പ്രാർത്ഥിക്കാം. അമ്മാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാണമേ എന്നൊക്കെ പ്രദൈവത്തിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. മിഷൻ നമ്മുടെ എല്ലാ സുവിശേഷ വേളകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മിഷൻസിൻ്റെക്കായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 36 വർഷക്കാലം ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ ഹല്ലേലൂയ 565 സുവിശേഷകര് ഇന്ത്യയിലും നേപ്പാളിലും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നല്ലോ. നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോർജ് ചെറിയൻ ബ്രദറിനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അല്ലെ, കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വയനാട് പ്രോജക്റ്റിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ഈ ഹോളിൽ കടന്നു വന്നവരും സൂം പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വേദനയോട് കടന്നു വന്നവരുടെ, നമ്പരത്തോടെ കടന്നു വന്നവര് ഇന്ന് ഹല്ലേലൂയ ആശ്വാസം കണ്ടെത്തി പുതുബലത്തോടെ മടങ്ങിപ്പോവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർക്ക് ആർക്ക് ലജ്ജിപ്പാൻ ഇടയായില്ല. ഹല്ലേലൂയ, ദൈവമുഖം ദർശിച്ച് കർത്താവെ ബലത്തോടെ മടങ്ങിപ്പോവാൻ ദൈവമേ സഹായിക്കുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഈ ആഴ്ചകളിൽ ഹല്ലേലൂയ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവം കൊടുക്കുന്ന ദാനം, ഹല്ലേലൂയ പുതു സംവത്സരം, ഹല്ലേലൂയ കർത്താവിന്റെ ദാനമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ബേക്കുട്ടിച്ചാൻ്റെ കൊച്ചുമകൾ മന്ന നമ്മുടെ ഹല്ലേലൂയ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പൈതൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, കഴിഞ്ഞ ഹല്ലേലൂയ CBSE 12th ബോർഡ് എക്സാമിനേഷനിൽ ഉന്നത മാർക്ക് കൊടുത്ത് കർത്താവ് മാനിച്ചു പൈതലിനെ. ഹല്ലേലൂയ, സബ്ജക്റ്റിന് കെമിസ്ട്രിക്ക് ആ സ്കൂളിലെ ഏറ്റവും ടോപ്പായിരുന്നു. 95% മാർക്ക് മേടിച്ച് ഹല്ലേലൂയ ആ സ്കൂളിലെ ടോപ്പറായിരുന്നു പൈതൽ. ഹല്ലേലൂയ, ദൈവം കൊടുത്ത ആ ദൈവത്തിൻ്റെ മക്കളെ ദൈവം മാനിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്, അത് സത്യമാണെന്ന് ഹല്ലേലൂയ നമുക്കിടയായല്ലോ. ദൈവം പൈതലിന് കൊടുത്ത ബുദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അതുപോലെ തന്നെ പൈതൽ ആഗ്രഹിച്ചു. ഹല്ലേലൂയ മെറിറ്റിൽ പൈതലിന് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വരെ ലഭിച്ചു. ഓഗസ്റ്റിൽ പൈതലിന് ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് വരുമാനപ്പെട്ട പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പൈതൽ കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, അനുഗ്രഹിച്ച് ദൈവങ്ങളിലെ പ്രിയ മന്നാമോളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. പ്രിയ ബേക്കുട്ടിച്ചാൻ നാളെ പുതിയ വയസ്സിലേക്ക് കിടക്കുന്നു. അതുപോലെ തന്നെ 12-ാം തീയതി നമ്മുടെ അഭിജിത്തിൻ്റെ പൈതൽ അഭിജിത്ത് പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. അത് 12-ാം തീയതി നമ്മുടെ അനിൽ വർഗീസ് സണ്ണിൽ ഓഫ് രാജൻ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ചെറിയാച്ചൻ്റെ മകൻ അജിത്ത് 12-ാം തീയതി പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ ബെറ്റി സൂസൻ ഫിലിപ്പ് ഡോക്ടർ ഓഫ് രാജൻ, ഈ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പേര് പറയാത്തവരെയും പേര് പറഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച
പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വചനത്തിലൂടെ എന്നോട് സംസാരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഹല്ലേലൂയ, വ്യക്തമായി, സ്പഷ്ടമായി, ശക്തമായി കർത്താവെ എന്നോട് ഇടപെടുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ അജു ബ്രദറിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പൈതൽ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി പൈതലിനെ നിർത്തിക്കൊള്ളുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കൊയറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ ആത്മാവിൽ പാടുവാനുള്ള കൃപ കൊടുത്ത് ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സൂം കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളുമാറാണ് എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ കൂടിയവരുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമനപ്പെട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നതേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. ആ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അനേക വിഷയങ്ങൾ മധ്യസ്ഥതയിലോ കർത്താവേ അവിടുന്ന് ഹല്ലേലൂയ ശ്രദ്ധ വെച്ച് കേട്ട കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സംഘടിതയാനും ഒക്കെ അനുഗ്രഹമാക്കല്ലയോ കർത്താവെ. ഞങ്ങളുടെ ഏത് അവസ്ഥയിലും കടന്നു വന്ന് ഞങ്ങളെ കരുണ തോന്നുകയും അവിടുന്നാകിയാൽ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളെ ദൈവക്കുട്ടി ഞാൻ കരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. നാളെ കർത്താവെ പുതിയൊരു സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. സ്വർഗത്തെ ദൈവം സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും ആയുസ്സും ആരോഗ്യം കൊടുത്ത് നിലനിർത്തിക്കൊള്ളുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. അമ്മമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാരീരികമായി രണ്ടുപേരും ക്ഷീണമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ദൈവം അവരുടെ സകല കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാണെന്ന് ഞങ്ങൾ കൂട്ടായ്മയായി കർത്താവെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നുള്ള കർത്താവെ ഹല്ലേലൂയ ആത്മീയ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പേറിനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആത്മാവ് സത്യ ദൈവത്തെ ആരാധിപ്പാൻ കൃപ തന്നാട്ടെ. സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. മഹത്വം എടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ അവസാന വാക്ക് ഇങ്ങനെ പറയുന്നത്, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മിൽ നിന്ന് എടുത്തു കളയാതിരിക്കുന്ന അവന്റെ ദയ, അവന്റെ കൃപ ഒന്ന് മാത്രം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1990 കാലഘട്ടങ്ങളിൽ റവറൻ ഡോക്ടർ DJ അജിത് കുമാർ എന്ന വൈദികൻ ഗുജറാത്തിന്റെ വെരാവൽ എന്ന സ്ഥലത്ത് ഗീർ വനത്തിന്റെ ഉള്ളിൽ ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയ കുറച്ച് ട്രൈബുകൾ താമസിക്കുമെന്ന് അറിഞ്ഞ് അവിടെ സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ആ വൈദികന്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ആഗ്രഹമാണ് ദൈവത്തിന്റെ കൃപ. വെളിപാട് മുതൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവത്തിന്റെ കൃപ എന്തെന്ന് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും. ആ ദേശത്ത് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ രാത്രിയിലാണ് അവിടെ വേലകൾ നടക്കുന്നത്. പകൽ മൊത്തം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ വെച്ച് ആ വൈദികൻ എഴുതിയ ഒരു ഗാനമാണ് കൃപ മതി യേശുനാഥ സ്തോത്രം. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് അവന്റെ കൃപ ഒന്ന് മാത്രം. നമുക്കിന്ന് ഈ യുടെ പ്രദേശത്തായിരിക്കുന്നത് അവന്റെ കൃപ ഒന്ന് മാത്രം. നമുക്ക് തന്ന തലമുറ അവന്റെ കൃപ ഒന്ന് മാത്രം. നമുക്ക് തന്ന ഈ കൂട്ടായ്മ അവന്റെ കൃപ ഒന്ന് മാത്രം. ഇതൊക്കെ നാം രുചിച്ചറിയണം. അവന്റെ കൃപ ഒന്ന് മാത്രം, അവന്റെ ദയ ഒന്ന് മാത്രം. ഈ അടിയൻ ഇവിടെ നിൽക്കുന്നതും അവന്റെ കൃപ ഒന്ന് മാത്രം. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ഈ കൂട്ടായ്മ ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് എനിക്കറിയില്ല എന്താണ് കൂട്ടായ്മ എന്ന് അറിയത്തില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ അമ്മയുടെ അനുജത്തി സഹോദരി ഇതോട്ട് മാറ്റപ്പെട്ടു പോയി. എന്നെ കൊണ്ടുവരുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിങ്ങളുടെ അടുത്തുള്ള ഒരു അച്ചായനായത് ലീഡ് ചെയ്യണം. ഞാൻ ചോദിച്ചു എവിടെ ഉള്ളതാണ്? കോതറയുള്ള ഒരു അച്ചായനാന്ന് പറഞ്ഞു. കുട്ടിച്ചാൻ്റെ കാര്യമാണ് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വന്നു. അന്ന് എനിക്ക് തോന്നുന്ന ട്രിനിറ്റിയിൽ ഈ കൂട്ടായ്മ നടക്കുമ്പോൾ എനിക്ക് 4ാമത്തെ വെള്ളിയാഴ്ച ഈ ദുബായ് മാർത്തോമ ഇടവകയുടെ പാരിഷ് മിഷനായിട്ടാണെന്ന് തോന്നി അന്ന് കൂടിക്കൊണ്ടിരുന്നത്. അന്ന് ഒരു മീറ്റിങ്ങിൽ ഞാൻ വരുമ്പോൾ ഈ പാരിഷ് മിഷന്റെ കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു മാർത്തോമ സഭയുടെ ഒരു കൂട്ടായ്മയാണല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഈ കൂട്ടായ്മയിൽ നിന്നും പിന്മാറാതെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ആ പാരിഷ് മിഷന്റെ കൂട്ടായ്മ നടക്കുന്ന തലേദിവസം
ട്രിനിറ്റിയുടെ ആ ചെറിയ റൂമിൽ അന്ന് വ്യാഴാഴ്ചയായിട്ട് ഫ്രൈഡേ ഫാസ്റ്റിനുമായിട്ട് കൂടും. അന്ന് എല്ലാവരും സാക്ഷ്യമൊക്കെ പറയും. അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ എനിക്കിതൊക്കെ ഒരു പുതുമയാണ്. അങ്ങനെ ഇവിടുന്ന് മടങ്ങി പോകേണ്ട ഒരവസ്ഥ എനിക്ക് വന്നില്ല. അവിടെയും ദൈവം എന്നെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാനിവിടെ നിൽക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ നിൽക്കുന്നത് ആ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആ കൃപ അനുഭവിക്കാത്തവരായിട്ട് ആരും ഇന്ന് ഈ കൂട്ടായ്മയിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളം അനുഭവിച്ചറിഞ്ഞാണ് നമുക്ക് ചേർന്ന് പാടാം. ആ വൈദികൻ എഴുതിയ വരികളുണ്ട്. തവ കൃപ മതി എന്നുമെന്നും, കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നെ ഇപ്പോഴും നടത്തിയിടുന്നു. ഇനിയും മുൻപോട്ട് നടത്തുവാനുള്ളതും അവന്റെ കൃപ ഒന്ന് മാത്രം. ആ വിശ്വാസം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഈ ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിന്നാട്ട്, ഭവനങ്ങളിലായിരിക്കുന്നവർ ആരോഗ്യം അനുഭവിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ട് ആ കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ അവനെ നമുക്ക് പാടി ആരാധിക്കാം. ഇനി അവന്റെ കൃപ നമ്മളിൽ നിന്ന് നിന്നു പോകാതെ അവന്റെ കൃപ ധാരാളം വീണ്ടും വീണ്ടും അനുഭവിപ്പാൻ, നമ്മുടെ ജീവിത അവസാനത്തോടെ അനുഭവിപ്പാൻ, ആ കർത്താവിന്റെ കൃപ ധാരാളം അനുഭവിപ്പാൻ, അവന്റെ സ്നേഹം അനുഭവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് എന്ന് ഇന്ന് കർത്താവെ ഈ ആരാധനയിൽ കർത്താവെ നിറഞ്ഞ് കവിഞ്ഞ് കർത്താവെ അവന്റെ കൃപ ലഭിച്ചുകൊണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ എന്റെ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. കൃപ മതി യേശുനാഥ, തവ കൃപ മതി എന്നുവെന്നും. ബലം നൽകും
ബലം നൽകുന്നവനായ കർത്താവേ, അങ്ങയുടെ കൃപ ഒന്ന് മാത്രം മതി. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്റെ കർത്താവേ, അങ്ങയുടെ കൃപ കർത്താവേ അടിയങ്ങൾക്ക് ആവശ്യമാണല്ലോ. ആ കൃപയിൽ കാത്തു പരിപാലിക്കണമേ. അടിയങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും ഓരോ വഴികളിലും ഓരോ ആവശ്യങ്ങളിലും കർത്താവേ ഇതുവരെയും അങ്ങയുടെ കൃപ വ്യാപരിച്ചല്ലോ. ഇനിയും തുടർന്നുള്ള അടിയങ്ങളുടെ ജീവിതത്തിലും ആ കൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഒരു ഗാനം കൂടി ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് കൈയടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ
കാത്തു ഞാൻ ഈ ദുഷ്ടലോകിൽ നഷ്ടതകളെത്രയേൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോവും. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോവും. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ 3 ഹല്ലേലൂയ പാടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സ്ഥാനത്ത് ഇരിക്കാം. ഹല്ലേലൂയ. 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് കേൾക്കുവാനിടയായി. 66-ാം സങ്കീർത്തനം. അനേക വിഷയങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ജിൻസി മന്നാമോളെ മാനവമോൻ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. മോക്ക് 12th സ്റ്റാൻഡേർഡിൽ നല്ല വിജയം ലഭിച്ചു. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ, ആഗ്രഹിച്ചതുപോലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അടുത്ത മാസം പോവുകയാണ്. പ്രിയമകളെ പ്രത്യേകം ഓർക്കുക. ദൈവം അത്ഭുതകരമായിട്ട് അവരെ കാത്തു പരിപാലിച്ചു. ഒത്തിരി പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി. നമ്മളെ പാടിയതുപോലെ കൈവിടാതെ ദൈവം ചേർത്ത് പിടിച്ച് ആ കുടുംബത്തെ ദൈവം നടത്തി. തുടർന്നും ആ മകളുടെ വിദ്യാഭ്യാസമൊക്കെ അനുഗ്രഹപ്രദമായി നടക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ സാംസൻ്റെ മോളും 12th 95% മാർക്കോടുകൂടി പാസ്സായല്ലോ. ആ മോളും നമ്മളോടുകൂടി ഉണ്ട്. ആ മോളും അഡ്മിഷന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരാഗ്രഹിക്കുന്ന അഡ്മിഷൻ ലഭിച്ച് നല്ല വിദ്യാഭ്യാസത്തോടുകൂടി ക്രിസ്തീയ സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മന്നാമോൾ ഇന്ന് ആയുസ്സിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചല്ലോ. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയിൽ നിലനിർത്തട്ടെ. ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനവുമായി കടന്നു വന്നിരിക്കുന്നത് അജു ബ്രദർ. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ദിവസവും വാട്സപ്പിൽ ഞമ്മൾക്കൊരു മെസ്സേജ് കിട്ടുന്ന അജു ബ്രദറിൻ്റെ മെസ്സേജ്. ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ, ചെയിൻ പ്രയർ നോക്കിയാൽ 10 മണിയാകുമ്പോഴത്തേക്ക് പ്രിയ സഹോദരൻ്റെ മെസ്സേജ് അവിടെ കാണും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സൈറ്റിലൊക്കെയാണ് മുഴുവൻ സമയവും. അതിൻ്റെ മധ്യത്തിലാണ് ഈ മെസ്സേജ് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്ത് അയക്കുന്നത്. ഞങ്ങൾ കുടുംബമായി കഴിവതും ആ മെസ്സേജ് കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ, ചെയിൻ പ്രയർ നോക്കിയാൽ അതിൻ്റെ അകത്ത് ആ മെസ്സേജ് കാണും. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ നാളുകളിൽ. ഈയിടെ ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് യാത്ര ചെയ്തു ഇവിടം വരെ. ഈ അന്നേരം പല ജീവിതങ്ങളെ പ്രതിസന്ധികൾ കൂടി പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ട ജീവിതങ്ങളെയൊക്കെ തിരിച്ചറിയുവാനും അവർക്കൊക്കെ ഒരു വലിയ വിടുതൽ ദൈവം കൊടുത്തതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുണ്ടായി. ഈ ദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റുന്ന ഒരു ദൈവദാസൻ. ഞായറാഴ്ച ഡ്യൂട്ടിയൊക്കെ ആകുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രയറിൽ കടന്നു വരാൻ കഴിയാത്തത്. എന്നാൽ ഇന്ന് ഈദിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇന്ന് അറേഞ്ച് ചെയ്തു വന്നതാണ്. കുടുംബം നാട്ടിലാകുന്നു, വൈഫും കുഞ്ഞുങ്ങളും. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അജുവിൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരത്തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ദൈവം പ്രകാശിപ്പിച്ചുള്ള ഒരു വചനം ഞാൻ ശുശ്രൂഷിക്കുന്നെന്നും പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് തുടങ്ങുന്നത്. അത് നമ്മുടെ ഹൃദയത്തെയും പ്രകാശിപ്പിക്കത്തക്കവണ്ണം ആ വചനം സഹായകരമായി തീരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രിയ അജുവിനെ
ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകട്ടെ. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ കർത്തൃദിവസത്തിൻ്റെ മധ്യാഹ്നത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ചേർന്ന് പിന്നെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും അറിയിക്കുന്നു. ദൈവ വചന ശുശ്രൂഷ ഒരർത്ഥത്തിൽ ഒരു സർജൻ്റെ അടുക്കൽ പോകുന്നത് പോലെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സർജൻ്റെ അടുക്കൽ പോയാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്തിയുണ്ട്. പക്ഷെ ആ കത്തിയെ നാം ഭയപ്പെടാറില്ല. ആ കത്തി കൊണ്ട് നമ്മെ മുറിവേൽപ്പിക്കും. നമുക്ക് ആവശ്യമുള്ള സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഈ കത്തി കൊണ്ട് മുറിവേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ കത്തികളെയൊക്കെ നാം ഭയപ്പെടാറുണ്ട്. ബാർബറുടെ അടുക്കൽ പോയിരുന്നാൽ പോലും നമ്മൾ ഭയപ്പെടാറുണ്ട്. മുടി വെട്ടുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കത്തി കൊണ്ട് മുറിയുന്നത് നമുക്കത്ര താല്പര്യമില്ല. എന്നാൽ ഈ ഇരുവായ്ത്തലയുള്ള വാൾ അത് ശുശ്രൂഷിക്കേണ്ടതുപോലെ, ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവവചന ശുശ്രൂഷ എന്ന കവിണയിൽ ആത്മനദിയിൽ പരുവപ്പെട്ട കല്ലുകൾ വെച്ചടിച്ചാൽ ഫെലിസ്ത്യൻ പരാജയപ്പെടും. ദൈവത്തിൻ്റെ ജനത്തിന് ജയമുണ്ടാവും. അപമാനം മാറും, നിന്ന മാറും, ജയമുണ്ടാകും, അഭിഷേകം വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവ കരങ്ങളിൽ തുടർന്നുള്ള നിമിഷങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. സത്യം നിങ്ങൾ അറിയുകയും, എന്തുവാ പറഞ്ഞ അടുത്ത വാക്ക്? ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. സത്യം നിങ്ങൾ അറിയുകയും ആ അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. പ്രസംഗിച്ച ആളല്ല, ദൈവ വചനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞാനിന്ന് പകൽക്കാലം വേദപുസ്തകം മറിച്ചു പോയപ്പോൾ ആ വാക്യം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തി. ദൈവത്തിൻ്റെ വചനം പറയുക, കർത്താവ് പറഞ്ഞ വാക്കാ, സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ അടിമത്തം മാറും. സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ടാവും. സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യത്തിന് നിങ്ങളെ ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശക്തിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന CH സ്പർജൻ അവർ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദൈവവചനം കൂടു തുറന്നു വിട്ട സിംഹം പോലെയാ. ദൈവത്തിന് സ്തോത്രം. ഉലകത്തിൽ ഇന്നേ വരെ ആരും സിംഹത്തിന് ഇര തേടി കൊടുത്തിട്ടില്ല. സിംഹം തനിക്ക് വേണ്ടുന്ന ഇരയെ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് ഹൃദയം തുറന്നു കൊടുത്താട്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മുറിവേറ്റേക്കാം, സാരമില്ല. അത് സർജന്റെ കരങ്ങളിലെ കത്തി പോലെയാ. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടതിനെ എടുത്തു മാറ്റും, പരുവപ്പെടുത്തേണ്ടതിനെ പരുവപ്പെടുത്തും. ജീവിതത്തിൽ വ്യാപിക്കാവുന്ന ക്യാൻസറസ് സെല്ലുകളെ, ആ പാപത്തിന്റെ അർബുദ വ്യാപികളെ ഒക്കെയും മാറ്റിയിട്ട് നമ്മെ നിത്യരാജ്യത്തിന് വേണ്ടി, ദൈവസിംഹാസനത്തിന് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ദൈവം വെച്ചിട്ടുള്ള ഏക വ്യവസ്ഥയാകുന്നു ദൈവ വചന ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനെ ഏറ്റെടുക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനത്താൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുവെന്നും തിരുവെടുത്ത് ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് ബത്സയിദയിൽ വെച്ചൊരു കുരുടന് സൗഖ്യം കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താ കാണുന്നേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യരെയാണ് കാണുന്നത്, പക്ഷെ മനുഷ്യരൊക്കെ മരം പോലെയായിരിക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് വെറുതെ വായിച്ചു വിടരുത്. ദൈവവചനത്താൽ ശരിയായ കാഴ്ചകൾ കിട്ടിയില്ലെങ്കിൽ മനുഷ്യർ മരം പോലെയാ. നമുക്കൊരു വിലയും തോന്നത്തില്ല. ആര് നഷ്ടപ്പെട്ടാലും വിലയില്ല, ആര് എതുവഴി പോയാലും വിലയില്ല, ആര് ശോഷിച്ചു പോയാലും വിലയില്ല, ആര് രോഗിയായാലും വിലയില്ല, ആര് തലമുറകൾ കൈവിട്ടു പോയാലും നമുക്കൊരു ദുഃഖവുമില്ല. എന്ന് നമ്മുടെ വീട്ടിൽ വരുമോ അന്ന് വരെയും അജാഗ്രതയിൽ നമ്മൾ ജീവിക്കും. എന്നാൽ കർത്താവ് അവന്റെ കണ്ണിന് തൊട്ടു, അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു, അവൻ കാണേണ്ടതുപോലെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് പറയുന്നു, നിന്റെ കണ്ണിന് എഴുതാൻ നീ ലേപം എന്നോട് ചോദിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മ കണ്ണുകൾ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എവിടെയായിരിക്കുന്നു, എവിടെയാണ് നാം പോകേണ്ടത്, എവിടെ നിന്നും ഫ്രം
വേർ ടു വേർ. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവവചനത്തിന് മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം തുടർന്നുള്ള സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചതായ ഒരു വേദവാക്യം വായിക്കുന്നു. 71-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. 71-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. മതി ബ്രദറെ, 7-ാമത്തെ വാക്യം മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീയോ എൻ്റെ ബലമുള്ള സങ്കേതം ആകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു വാക്കാണ്. ഞാൻ ദാവീദിനെ കുറിച്ചോ ദാവീദിന്റെ പശ്ചാത്തലത്തെ കുറിച്ചോ ഒന്നും പറവാനല്ല. കർത്താവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത ദൈവത്തിന് സ്തോത്രം നിങ്ങളുമായി പറവാൻ ആഗ്രഹിച്ചപ്പോൾ നമുക്ക് കുറിവാക്യമൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം പറയുക, ഐ ഹാവ് ബിക്കം എ സൈൻ ടു മെനി. മറ്റൊരു തർജ്ജിമ പറയുന്നത്, ഐ ഹാവ് ബിക്കം എ മിറാക്കുലസ് സൈൻ ടു മെനി. ദൈവത്തിന് സ്തോത്രം. ദൈവം, നമ്മൾ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറയാറുണ്ട്, ദൈവത്തിന് സ്തോത്രം മിറക്കിൾസിനെ കുറിച്ചും പറയാറുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന വാക്ക് നമ്മെ ഏറ്റവും അധികം ആകർഷിക്കുന്നേ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ്സ് രോഗമില്ലാത്ത, കടബാധ്യതകളില്ലാത്ത, ഞെരുക്കങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഹൃദയത്തിൽ ബ്ലെസ്സിങ്സ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കിയിരിക്കുന്നത്. ഭൗതികമായിട്ടും ആത്മികമായിട്ടും ഒക്കെ ഒരു റിച്ചായിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ദൈവവചനം അത്ഭുതം എന്ന വാക്കിന് ദൈവം തൻ്റെ പരിജ്ഞാനത്തിൽ തൻ്റെ കൈകൊണ്ട് ഒരുവന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനാണ് തിരുവെടുത്ത് അത്ഭുതം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമെന്നുള്ളത് ഇന്നുവരെ ലോകം കണ്ടിട്ടില്ല. കർത്താവ് അത് ചെയ്തപ്പോൾ അവൻ അത് ചെയ്തത് അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പരിജ്ഞാനം കൊണ്ട്, നാം പലതും കർത്താവിനോട് ചോദിക്കാറുണ്ട്, ചോദിച്ചു വാങ്ങാറുണ്ട്. കിട്ടിയില്ലെങ്കിലും കർത്താവ് നോ പറഞ്ഞാലും പ്രാർത്ഥിച്ച് നമ്മളെ ദേശാക്കാൻ മിടുക്കരാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് മുൻനിയമിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് അത്ഭുതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ആടിനെ മേയിച്ച് വനാന്തരത്തിൽ കിടന്നവൻ താൻ പറയുക, ഞാനിപ്പോൾ പലർക്കും ഒരത്ഭുതമായിരിക്കുക. ശൗല് തൊട്ടടുത്ത് നിന്ന് കുന്തവെറിഞ്ഞാലും അവൻ ചാവത്തില്ല. 40 ദിവസമായി വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യന്റെ മുമ്പിൽ പോയി നിന്നാലും ജയിക്കുന്നത് ദാവീദാ. 3000 പേരുമായി ശൗൽ അവന്റെ പുറകെ ഇറങ്ങി തിരിച്ചാലും ഒടുക്കം ജയത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ദാവീദാ. ഞാൻ പലർക്കും ഒരത്ഭുതമായി തീർന്നിരിക്കുക. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അത്ഭുതമാക്കാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. പിശാച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ എല്ലാ പ്ലാനും പദ്ധതികളും ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മെ നിത്യതയുടെ അവകാശികളാക്കി പിശാചിന്റെ വായും കണ്ണും കാതും അടപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി നിർത്തുന്നത് ദൈവത്തിന്റെ സന്നിധിയിലെ വലിയ അത്ഭുതമാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കരുത്. ദാവീദ് പറയുക, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ചിന്ത ഹൃദയത്തിൽ ഇരിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് അല്പസമയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെ എങ്ങനെയാണ് ദൈവം അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ എന്തുകൊണ്ട് നമുക്കത് ആയിത്തീരാൻ കഴിയുന്നില്ല, നാം ഒരു അത്ഭുതമായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടും നമുക്കതിന് സാധിക്കുന്നെങ്കിൽ there are reasons. നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യണം. ദൈവത്തിന്റെ സന്നിധിയിൽ അതിനായി ആഗ്രഹിക്കണം. അങ്ങനെ ആയാൽ ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കും. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയാട്ട് ഈ തിരിച്ചറിവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്നോട് സംസാരിക്കണം. കർത്താവേ, എന്നെ അവിടുന്ന് ഒരു അത്ഭുതമാക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, എൻ്റെ എളിയ ജീവിതത്തെ
ഒരുപക്ഷെ എൻ്റെ ആയുസിന്റെ പകുതി കഴിഞ്ഞോ, മുക്കാൽ കഴിഞ്ഞോ, കാൽഭാഗം കഴിഞ്ഞോ, ഞാൻ അറിയുന്നില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കർത്താവേ, ശൂന്യതകൾ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. നീ എന്നെ ഒരു അത്ഭുതമാക്കണേ കർത്താവേ. ഹല്ലേലൂയ. നീ എന്നെ ഒരു അത്ഭുതമാക്കണമേ. മരുഭൂമിയിൽ ലഭിച്ചതായ വളഞ്ഞു പുളഞ്ഞ മുള്ളുള്ള കാഠിന്യമുള്ള കതിരമരം കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ അത്ഭുത വിഷയങ്ങൾ ഉണ്ടാക്കിയ ആ അത്യന്തം ജ്ഞാനിയായിരിക്കുന്നവന്റെ കരങ്ങളിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യമായ പടകും ശൂന്യമായ വലയും ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ ഒരു അത്ഭുതമാക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ തോൽവികളും അതിനു വേണ്ടിയാ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പരാജയങ്ങളും അതിനു വേണ്ടിയാ. നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ട്. ഒരു പക്ഷെ ഇന്നലെ വരെ പരാജയങ്ങൾ സംഭവിച്ചു കാണും, ദൈവത്തോടുള്ള അനുസരണത്തിൽ വീഴ്ചകൾ സംഭവിച്ചു കാണും. എന്നാൽ ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, എന്നെ നീ ഒരു അത്ഭുതമാക്കുക കർത്താവേ. എൻ്റെ തലമുറയുടെ മധ്യത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ എന്നെ നിനക്ക് വേണ്ടി ഒരത്ഭുതമാക്കി തീർക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച് ശബ്ദമുയരട്ടെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാ തോൽവികൾക്കും നാദാനം, നിന്റെ മുഖം കാൺമാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരും നാദാനം, നീ നിന്റെ സാന്നിധ്യം അറിവാൻ ഇടയായി മുള്ളുകളിൽ താഴ്വരയിൽ പനിനീർപ്പൂ പോലെ ശോധനയും ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും ഓ ജീവനിലും മരണത്തിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ മുറിവുകൾക്കും നാഥാ എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നിന്റെ മുഖം കാൺമാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനം, നിന്റെ സാന്നിധ്യ അറിവാ ഇടയായി എല്ലാ തോൽവികൾക്കും നാദാനം, നിന്റെ മുഖം കാൺമാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനം, നിന്റെ സാന്നിധ്യ അറിവാ ഇടയായി മുള്ളുകളിൻ താഴ്വരയിൽ പനിനീർപ്പൂ പോലെ ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും ജീവനിലും മരണത്തിലും പറഞ്ഞേ നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കർത്താവേ, നിന്റെ സാന്നിധ്യം തന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കണമേ കർത്താവേ. നിന്റെ കൃപ തന്ന്, നിന്റെ ആത്മാവിനെ തന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കണേ കർത്താവേ. കർത്താവേ, നിന്റെ ആഗ്രഹം അതാണല്ലോ അപ്പാ. അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ആത്മാവ് വെളിപ്പെടുത്തി തരണം. ദൈവവചനമാകുന്ന കത്തി ഞങ്ങളുടെ സന്ധി മജ്ജ മാംസാദികൾ കൂടെ കടന്ന് ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റേണ്ടതിനെ എടുത്തു മാറ്റി എല്ലാ പാപത്തിന്റെ ട്യൂമറസ് സെല്ലുകളെയും മാറ്റി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി ഞങ്ങളെ തീർക്കണം. കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടണം. അങ്ങയ്ക്ക് മഹത്വം വരുന്നത് മാത്രം പറയുവാൻ അടിയനെ
പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ഏതുമില്ലെന്ന് സമ്മതിക്കുന്നപ്പാ, അടിയനെ പിന്നെയും ഉടച്ച് 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 നിനക്ക് ഇഷ്ടമുള്ള പാത്രമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനം പറയുകയാണ്, ദാവീദ് പറയുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഒരു അനുഗ്രഹമാക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ ആകാൻ കഴിയുന്നില്ല. സോ ദർ ആർ റീസൺസ് എന്തുകൊണ്ടാണ് നമുക്കൊരു അത്ഭുതമായി തീരുവാൻ കഴിയാത്തത്. ഒരു സാധാരണ ജീവിതം. ശിംശോനെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം ഒരു അസാധാരണ ജീവിതമാണ്. ശിംശോനെ ഒരു പട്ടണത്തിൽ കൊണ്ടുപോയി പൂട്ടിയാൽ ശിംശോൻ ആരോടും താക്കോൽ ചോദിക്കത്തില്ല. രാത്രി വരെ കിടന്നുറങ്ങും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിന്റെ കതക് ഓടാമ്പലും കൂടെ എടുത്ത് തോളെ വെച്ചോണ്ടൊരു പോക്കങ്ങ് പോകും. ഈ മനുഷ്യനെ ദലീല മടിയിൽ കിടത്തിയിട്ട് ആഗ്രഹിക്കുക, നിന്നെ ശേഷം മനുഷ്യരെ പോലെ എനിക്ക് എങ്ങനെയാക്കി തീർക്കാൻ കഴിയും. ലൈക്ക് അതർ വൺ. ഭൂമിയിൽ ജീവിക്കുന്ന, തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും വിറ്റും നട്ടും പണിതും ജീവിക്കുന്ന സാധാരണക്കാരെ പോലെ, ഒരു ജാഗ്രതയുമില്ലാത്ത, ഒരു ആത്മീക താല്പര്യവുമില്ലാത്ത, വെറും ദൈവത്തിന് സ്തോത്രം, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാന്മാരാക്കി കളയുവാൻ, ദൈവസഭയെ അജാഗ്രതയുള്ളവരാക്കി കളയുവാൻ, തണുപ്പന്മാരാക്കി കളയുവാൻ, മന്ദതയുള്ളവരാക്കി കളയുവാൻ പിശാച് ആഗ്രഹിക്കുമ്പം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക, നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വലിയ തിരിച്ചറിവോടുകൂടെ വേണം ഇവിടുന്ന് പോകാൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന തകർച്ചകളെല്ലാം നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയുണ്ടായി. ദൈവം തന്നെ ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ അത്ഭുതമാക്കാൻ കഴിയാത്തതുപോലെ പല തകർച്ചകൾ തൻ്റെ ജീവിതത്തിൽ കിടക്കുകയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 Samuel chapter 21 verse 1. ക്ഷാമമുണ്ടായി. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദൈവം ഒരു അത്ഭുതമാക്കി വെച്ചൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ക്ഷാമമുണ്ടായത്? 21:4. ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. നോക്കിയേ, അതിന്റെ പശ്ചാത്തലം ഇതാ. ഗിബെയോന്യരുമായിട്ട് ഇസ്രായേൽ സഖ്യത ചെയ്തതാ. അവരെ ആക്രമിക്കാൻ പാടില്ല. എന്നാൽ ശൗലിന്റെ കാലത്ത് ശൗൽ അവരെ കയറി ആക്രമിച്ചു, അരുതാത്തത് ചെയ്തു. അത്ഭുതമാക്കാൻ വേണ്ടി വെച്ചവൻ ദൈവഹിതമല്ലാത്തത് പ്രവർത്തിച്ചു. അത് നിമിത്തം കാലങ്ങൾക്ക് ശേഷം അവൻ തീർന്നു, അവന്റെ മക്കള് തീർന്നു, അടുത്ത രാജാവ് വന്നു. ഇപ്പോൾ 3 സംവത്സരമായി തുടരെ തുടരെ ക്ഷാമമാണ്. കാരണം മനസ്സിലാവുന്നില്ല. അവർ കാരണം കണ്ടെത്തി. ശൗലിന്റെ കാലത്ത് ഒരു പിഴവ് സംഭവിച്ചു. ഗിബെയോന്യരോട് ഉടമ്പടി ചെയ്തതാണ്, എന്നാൽ അവരെ കയറി ആക്രമിച്ചു. അപ്പോൾ ഗിബെയോന്യരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ ദാവീദിന് ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊരു അത്ഭുതമായി തീരണം. അതിന് തടസ്സമായി നിൽക്കുന്ന വിഷയത്തെ പരിഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗിബെയോന്യരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ ഗിബെയോന്യർ പറയുകയാണ്, 4-ാമത്തെ വാക്യം. ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നോക്കിയേ, അവര് പറയുക, ശൗലിനോടും അവന്റെ കുടുംബത്തോടും ഞങ്ങൾക്കുള്ള വിഷയം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി വെക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അപാകതകൾ, നമ്മുടെ ജീവിതത്തിന്റെ താളപ്പിഴകൾ കൊണ്ട് അതിന് തടസ്സം സംഭവിച്ചാൽ അത് പൊന്നും വെള്ളിയും കൊണ്ട് തിരികെ പിടിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നു, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. 1-ൽ വീണാൽ 9-ൽ തിരുത്തിയാൽ പോരാ,
ഏതിൽ പരാജയപ്പെട്ടോ അവിടെ തിരുത്തൽ ആരംഭിക്കണം. ദൈവത്തിന് സ്തോത്രം. 8ാമത്തെ വാക്യം, ദൈവത്തിന് സ്തോത്രം, ഗിബയോന്യർ പറയുകയാണ് അതിന്റെ പരിഹാരം. 8ാം വാക്യം, അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫിബോശത്തിനെയും ശൗലിന്റെ മകളായ മേരബ് നീക്കൾ. വായിച്ചോ. ശൗലിന്റെ മകളായ മെരേബ് മൊഹല്ലാത്യർ ബെർസില്ലായുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. നോക്കിയേ, പരിഹാരം ഇതാ. ഇത് പഴയ നിയമത്തിന്റെ ക്രമമാണ്. നമ്മൾ മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ചല്ല. എവിടെ പാപം ആരംഭിച്ചോ ആ പാപം പരിഹരിക്കപ്പെടണം. എവിടെ പാപം ആരംഭിച്ചോ ആ പാപം പരിഹരിക്കപ്പെടണം. നോക്ക് പ്രിയപ്പെട്ടവരെ, 14ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം വായിച്ചേ. 14ന്റെ അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമിൻ ദേശത്ത് സേലയിൽ. അടുത്ത ഭാഗം കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി. കണ്ടോ? അതിന്റെ ശേഷം ചെയ്യേണ്ടത് ചെയ്തു, എടുക്കേണ്ടെന്ന തീരുമാനമെടുത്തു, പ്രതിഷ്ഠിക്കേണ്ടടുത്ത് പ്രതിഷ്ഠിച്ചു, തിരുത്തേണ്ടടുത്ത് തിരുത്തി. ദൈവം ദേശത്തിന്റെ ക്ഷാമം മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ഉടമ്പടിയിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ വാക്കിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യാക്കോബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ഈ സത്യത്തെ നിങ്ങളിലേക്ക് ഗ്രഹിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. യാക്കോബിനെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ പ്രകാശിപ്പിക്കപ്പെട്ട ഭാഗം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നേ. യാക്കോബിനെ ദൈവം തൻ്റെ ശക്തി കൊണ്ട് പറഞ്ഞ വാക്കാ, ഞാൻ നിന്നെ ഇസ്രായേലാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നോട് തൻ്റെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ലാതെ സഹോദരനുമായി പിഴച്ച്, അപ്പനോട് പിഴച്ച് ഓടിപ്പോകുന്ന വഴിയിൽ ബഥേലിൽ വെച്ച് ദൈവം അവന്റെ അരികിൽ നിന്നും ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനിങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഇവൻ സഹോദരനോട് പിഴച്ചു, അപ്പനോട് പിഴച്ചു, സർവദാ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അനിന്യനായി തീർന്നിരിക്കുമ്പോ അവന്റെ അരികിലേക്കും നീ തിരിച്ചു വന്നാൽ, നീ മനം തിരിഞ്ഞാൽ, നീ മാനസാന്തരപ്പെട്ടാൽ, ഭൂമിയിൽ നിന്റെ അരികിൽ ഒരു കോവേണി വെച്ചിട്ടുണ്ട്. അതിന്റെ തല സ്വർഗത്തോളം എത്തുന്ന ദൈവത്തിന് സ്തോത്രം. നോക്ക് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി, അവൻ നമ്മെ നമ്മുടെ പാപം അറിഞ്ഞ, നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അറിഞ്ഞ അവിടെ നമ്മളെ സ്നേഹിച്ചേ. പിഴച്ചു കിടക്കുന്ന യാക്കോബിന്റെ അരികിൽ ദൈവം ഒരു കോവേണി വെച്ചിട്ട് പറയുകയാ, ഇതിൽ കൂടി കയറിയാൽ ഇതിന്റെ തല സ്വർഗത്തോളം എത്തുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധമരായി ജീവിക്കുന്നവരുടെ അരികിൽ, പാപത്തിൽ ജീവിക്കുന്നവരുടെ അരികിൽ, പൈശാചിക ബന്ധനങ്ങളുടെ അരികിൽ പോകുന്നവരിൽ നമ്മുടേതായ ഒന്നും പറയാനില്ല. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി ഒരു വഴി വെട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെല്ലാം മഹത്വം ഞാൻ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ 20 വർഷം അടിമയായി തീർന്നു. അവന്റെ ഹൃദയത്തിൽ പല ഭ്രമങ്ങൾ പിശാച് കയറ്റി. റാഹേലിനെ കുറിച്ചുള്ള ഭ്രമം, ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ഞാൻ സത്യസന്ധമായി പറയട്ടെ, അത് ജഡത്തിൽ നിന്നുള്ളൊരു ഭ്രമമായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം അവൾ ഒരു ആത്മീകയല്ലായിരുന്നു, അവൾ വിഗ്രഹാരാധിയായിരുന്നു. വഴിയിൽ അവൾ മരിച്ചു പോകേണ്ടി വന്നു. എഫ്രാത്തയിലേക്കുള്ള വളരെ ചെറിയ ദൂരം മാത്രമുള്ളപ്പോൾ അവളെ വഴിത്താരയിൽ അടക്കേണ്ടി വന്നു. അവൾ കണ്ടു തൻ്റെ മക്കൾ, അവൾ വിഗ്രഹാരാധിയായിരുന്നു, പിന്നത്തേതിൽ അവളുടെ മക്കളും വിഗ്രഹാരാധിയായി. റാഹേൽ മക്കളെ ചൊല്ലി കരയേണ്ടി വന്നു. വിഗ്രഹാരാധികളായി അവളെ അടക്കിയ കല്ലറയുടെ അരികിൽ കൂടിയ ബാവേലിലേക്ക് മക്കളെ പിടിച്ചുകൊണ്ടുപോയ. ദൈവത്തിന് സ്തോത്രം. എത്ര ജാഗ്രത ഉണ്ടാകേണ്ടുന്ന ഒരു ജീവിതമാണ്. ചില മോഹങ്ങൾ, ചില ഭ്രമങ്ങൾ യാക്കോബിന്റെ അകത്ത് കയറ്റി. അവന്റെ ഉള്ളിൽ ലോകത്തിന്റെ സ്നേഹം കയറ്റി. അവനെ കുറിച്ചുള്ള വാഗ്ദത്തം താമസിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ദൈവം എത്ര സ്നേഹനിധിയായ ദൈവമാണ്. അവിടെ നിന്ന് അവനെ ഉദ്ധരിച്ചു. ദൈവത്തിന് സ്തോത്രം.
യബ്ബോക്കിന്റെ കടവിൽ വെച്ച് ദൈവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കും. ദൈവത്തിന് സ്തോത്രം. 3 മേഖലകൾ. ഈ യബ്ബോക്കിന്റെ അനുഭവം കഴിഞ്ഞിട്ടും യാക്കോബിനൊരു അത്ഭുതമായി തീരാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പല മേഖലകൾ ക്ലിയർ ചെയ്യാൻ ബാക്കിയാ. ഞാൻ വളരെ സത്യസന്ധതയോടെ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിന്റെ ആ യഥാസ്ഥാനപ്പെടൽ, ഒരാത്മീക ജീവിതത്തിന്റെ യഥാസ്ഥാനപ്പെടൽ ആഗ്രഹിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ജീവിതം വരച്ചു കാട്ടിക്കൊണ്ട് ദൈവം പറയുക, ദൈവം തന്റെ മനസ്സു തുറന്ന് അനുഗ്രഹിച്ചു. ദൈവം മനസ്സു തുറന്നു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു മനുഷ്യനെ ഒരു രാജ്യമാക്കി തീർക്കാൻ പോവുകയാണ്. എന്നാൽ തന്റെ ജീവിതത്തിന്റെ മിനിമം 3 മേഖലകൾ, ആ മേഖലകൾ ക്രമീകരിക്കപ്പെടുവാൻ ദൈവനോട് ഇടപെട്ടു. ആ ക്രമീകരണത്തിൽ കൂടെ ദൈവം തന്നെ ഒരു അത്ഭുതമാക്കി വെച്ചു. നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നും ആ രാജ്യത്തെ നോക്കി അതൊരു മനുഷ്യനിൽ നിന്നും ആരംഭിച്ചതാണ്. യാക്കോബ് എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു മർമ്മം പറഞ്ഞിട്ട് അവിടുന്ന് മുമ്പോട്ട് പോകാം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ചതിയൻ എന്ന, ദൈവത്തിന് വിക്കഡ് വൺ, വളഞ്ഞ വഴിക്കാരൻ എന്ന, അല്പം കൂടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലെ ഒരു അർത്ഥം. ദൈവത്തിന് സ്തോത്രം, വളഞ്ഞ വഴിക്കാരൻ. എന്നാൽ പിന്നത്തേതിൽ ദൈവം യാക്കോബിനെ ഈ 3 മേഖലകൾ, ഞാൻ പറവാൻ ആഗ്രഹിക്കുന്ന 3 മേഖലകൾ, ആ മേഖലകൾ കൂടി പണിതെടുത്തു. ദൈവത്തിന് സ്തോത്രം. അതിൽ കൂടി ദൈവം തന്നെ സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേരുണ്ട്. യെശുരൂൻ എന്ന പേരാ വിളിക്കുന്നേ. പരിമിതമായ സ്ഥാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. യെശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ദൈവത്തിന് സ്തോത്രം. യെശുരൂൻ, സ്നേഹത്തോടെ ദൈവം യാക്കോബിനെ വിളിക്കുന്ന പേരാ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യെശൂർ എന്ന വാക്കിൽ നിന്ന് യെശുരൂൻ എന്ന വാക്കുണ്ടായേ. യെശൂർ എന്ന വാക്കിന്റെ അർത്ഥം അപ്റൈറ്റ് എന്ന. ദ വിക്കഡ് വൺ, വളഞ്ഞ വഴിക്കാരൻ. ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ അവൻ പണിയപ്പെട്ടപ്പോൾ അപ്റൈറ്റ് ആയി തീർന്നു. ഇന്ന് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നേ, ഇന്ന് ലോകം നോക്കി അത്ഭുതപ്പെടുകയാണ്. ഒരു പ്രവചനം ഇങ്ങനെയാണ്, അക്കാലത്ത്, അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം, അക്കാലത്ത് ഞാൻ നിന്നെ ചുറ്റുമുള്ള ജാതികൾക്കൊക്കെയും ഒരു കൊടിയാക്കി വെക്കും. ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു അന്ത്യകാല പ്രവചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയാട്ട്. അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരാജയങ്ങളുണ്ട്. കർത്താവ് അവർക്കൊരു അവസരം കൊടുക്കും മഹോദ്രവകാലത്ത്. അതൊക്കെ എസ്കറ്റോളജിയിൽപ്പെട്ട കാര്യങ്ങൾ, അന്ത്യകാല ശാസ്ത്രത്തിൽ പെട്ട കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അത് പറയാനായിട്ടുള്ള സമയമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം ആ മനുഷ്യനെ 3 മേഖലകളിൽ പണിതു. ഒന്ന്, തൻ്റെ മാനസാന്തരത്തിൻ്റെ മേഖലയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വളരെ വചനം കേൾക്കുന്നവരും ദീർഘനാളുകളായി പ്രസംഗം കേൾക്കുന്നവരും, അതുകൊണ്ട് വാക്യമെടുത്ത് വായിക്കേണ്ട കാര്യമില്ല. ആ ദൂതിലേക്ക് മാത്രം ഞാൻ വരുവാൻ ആഗ്രഹിക്കുക. 3 മേഖലകൾ പണിയപ്പെട്ടാൽ, നമ്മുടെ ജീവിതത്തിന്റെ പരാജയപ്പെട്ട് കിടക്കുന്ന 3 മേഖലകൾ, ആ മേഖലകൾ പണിയപ്പെട്ടാൽ ദൈവത്തിന് നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ കഴിയും. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, തൻ്റെ മാനസാന്തരത്തിന്റെ മേഖലയാണ്. യാക്കോബ് പൊതുവെ ഒരു ഓട്ടക്കാരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാക്യങ്ങൾ എടുത്തു വായിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 27-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം, അതിൻ്റെ 43-ാമത്തെ വാക്യം, 27-43. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോക. അമ്മ പറഞ്ഞു കൊടുക്കുക, ഓടിപ്പോക. ഈ വാക്ക് കാലും കൊണ്ട് ഓടുന്നതിനെ കുറിച്ചല്ല അർത്ഥം കേട്ടോ. പാപം ചെയ്തിട്ട് രക്ഷപ്പെടുക, സ്ലിപ്പായി പോകുന്നതിനെ കുറിച്ചാ, സ്കിപ്പായി പോകുന്നതിനെ കുറിച്ചാ. നിരക്കണ്ട, പകരം ഓടിപ്പോക. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങിയതാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഓടിപ്പോക്ക് കൃത്യമായിട്ട് വായിച്ചാൽ, 28-ാമത്തെ അധ്യായത്തിലേക്ക് വായിച്ചാൽ, യാക്കോബും ഇസഹാക്കും അമ്മയും കൂടെ തീരുമാനിച്ചു 1 മാസത്തേക്ക് പറഞ്ഞു വിടാമെന്നാ വിട്ടേ. നിങ്ങൾ വായിച്ചാൽ മതി, വീട്ടിൽ പോയി. 1 മാസത്തേക്ക് പോയപ്പോൾ 20 വർഷം അവിടെ കിടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപം കാലങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടത്തില്ല. പാപത്തിന്റെ മേൽ മണ്ണിട്ടത് കൊണ്ട് പരിഹാരം വരത്തില്ല. നോക്ക്, ശൗലിന്റെ കാലത്ത് തെറ്റ് ചെയ്തു, അത് ദാവീദിന്റെ കാലമായപ്പോൾ ക്ഷാമമായി വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പരിഹരിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് നല്ല മഹത്വം കൊടുക്കുന്നു. ആ കാലം കഴിഞ്ഞു, അവിടുന്ന് ഓടിപ്പോയി.
ദീർഘനാളുകൾ സഹോദരനോട് ചെയ്തത്, അപ്പനോട് ചെയ്തത്, ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ 20 സംവത്സരക്കാലം ലാബാന്റെ ഭവനത്തിൽ ഓട്ടക്കാലണ എന്നൊരു വാക്ക് പറഞ്ഞാൽ തെറ്റല്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ പ്രതിഫലമില്ലാതെ ശൂന്യമായ കരങ്ങളുമായി ഒന്നുമില്ലാത്തവനായി അധ്വാനിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, 31-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എത്ര തവണയായി വാക്ക് എഴുതിയിരിക്കുന്നത് അറിയാമോ? അതിന്റെ 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം. താൻ ഓടിപ്പോകുന്നത് യാക്കോബ് കണ്ടോ? വീണ്ടും യാക്കോബ് എന്ത് ചെയ്യുക? ആരാ? ഓടിപ്പോവുക ലാബാന്റെ ഭവനത്തിൽ നിന്നും. ദൈവത്തിന് സ്തോത്രം. വെച്ചാൽ വാക്യം വായിപ്പിക്കണമെന്നുണ്ട്, സമയം ഓടിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഓടുക, സമയം ഓടുകയാ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഓടുകയാ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടി, ഇപ്പോൾ അമ്മാവന്റെ ഭവനത്തിൽ നിന്നും ഓടുകയാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 21-ാം വാക്യം വായിച്ചാട്ട് എന്നുണ്ടോ? ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. വീണ്ടും അതിന് 22-ാം വാക്യം വായിച്ചാട്ട്. യാക്കോബിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാ ഓടിപ്പോക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവം പിടിച്ചു എന്ന് തോന്നും. ഇത് യാക്കോബിന്റെ മാത്രം അനുഭവമാണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ അവസ്ഥയാ. ദൈവം ഒന്ന് പിടിച്ചു എന്ന് തോന്നും, അപ്പൊ സൗഖ്യം കിട്ടും, അതോടുകൂടെ സ്കിപ്പാവും. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ജീവിതം ദൈവം ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ ആദ്യം തന്റെ മാനസാന്തര ജീവിതത്തെ ദൈവം ക്രമീകരിക്കുന്നേ. മാനസാന്തരം എന്ന വാക്ക്, ദൈവത്തിന് സ്തോത്രം, പറഞ്ഞു പഴകിപ്പോയതും അതിന്റെ ഗാംഭീര്യം നഷ്ടപ്പെട്ടതുമാ. ദൈവമക്കളെ, ഞാൻ ആ വാക്കിനെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കാം. ഞങ്ങളുടെ കമ്പനിയുടെ ഓണർക്ക് ഫാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിൽ നിന്നും ഈന്തപ്പനകൾ മൂടോടങ്ങ് പിഴുതിട്ട്, വേരോടെ പിഴുതിട്ട് അതിനെ പൊതിഞ്ഞു കെട്ടി സൈറ്റിൽ പുതിയ സ്ഥാനത്ത് സ്ഥാപിക്കേണ്ടിടത്ത് കൊണ്ടുവരും. ക്രെയിൻ കൊണ്ട് അത് പിടിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അത് ഓർമ്മ വന്നു. എവിടോ ഫാമിൽ നിൽക്കുന്ന ഒരു ഈന്തപ്പനയെ മൂടോടങ്ങ് പിഴുതിട്ട് അതിനെ കൊണ്ടുവന്ന് പുതിയൊരു സ്ഥാനത്ത് വെക്കുകയാ. ഇപ്പോൾ അവിടെ പഴയ സ്ഥാനത്ത് ഇനി ഒരു ഈന്തപ്പന കിളിർക്കത്തില്ല, ആ കുഴി മൂടിയേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു മാറ്റം ലോകത്തിൽ ജനിച്ച നമ്മെ ദൈവത്തിലേക്ക് പറിച്ചു നടുന്നതാ മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതാണ് മാനസാന്തരം. വചനം പറയുന്ന മാനസാന്തരം. ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാ മാനസാന്തരം. പ്രവർത്തികളുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലുസ്ത്രയിൽ ചെന്ന്, ദൈവത്തിന് സ്തോത്രം, അവിടുത്തുകാരോട് പ്രസംഗിക്കുന്ന വളരെ ശക്തമായൊരു പ്രഭാഷണമുണ്ട്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതിന്റെ പേരാ മാനസാന്തരം. മൻഫിറാവെന്ന ഹിന്ദിയിൽ പറഞ്ഞ നല്ല വാക്ക മൻഫിറാവ്. ദൈവത്തിന് മനം തിരിയുക, ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ തിരിയുക, ദൈവത്തോട് പുറംതിരിഞ്ഞ് നടന്ന നാം ദൈവത്തോട് അഭിമുഖമായി തീരുക. ദൈവത്തിന് സ്തോത്രം. വളരെ ആഴമുള്ള വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം അവിടാണ്. ദൈവമക്കളെ, തോമസിനും ലില്ലിക്കുട്ടിക്കും ജനിച്ചതുകൊണ്ട് ദൈവ പൈതലാകുമെന്നായിരുന്നെങ്കിൽ യേശു ക്രൂശിൽ മരിക്കേണ്ടെന്ന കാര്യമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മനം തിരിയുന്നിടത്ത ആത്മീക ജീവിതം ആരംഭിക്കുന്നേ. ഒരുവൻ ദൈവത്തിലേക്ക് തിരിയുന്നിടത്ത. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഹല്ലേലൂയ 90-ാം സങ്കീർത്തനം പറയുന്നു, ദൈവമേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലും ഇരിക്കുന്നു. അവന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കുന്നിടത്ത ആത്മാവ് നമ്മെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്നേ. അപ്പോഴാണ് നാം അനുദപിക്കുന്നേ, അവിടെയാ നാം മാനസാന്തരപ്പെടുന്നേ. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ സമയം ദൈവം പിടിച്ചെന്ന് തോന്നും. ചിലപ്പോൾ ICUവിൽ വെച്ച്, ചിലപ്പോൾ രോഗക്കിടക്കയിൽ വെച്ച്, ചിലപ്പോൾ കമ്പനിയുടെ പ്രതിസന്ധിയിൽ വെച്ച്, ചിലപ്പോൾ കടക്കണിയുടെ വക്കത്ത് വെച്ച്, ചിലപ്പോൾ ബിസിനസ് പൊട്ടുന്ന സമയത്ത് പിടിച്ചെന്ന് തോന്നും. അവിടുന്ന് എസ്കേപ്പ് ആവും. ദൈവത്തിന് സ്തോത്രം. ആമോസിന്റെ പ്രവചനം ഒന്ന് എടുത്തേ പ്രിയപ്പെട്ടവരെ. ചില വാക്കുകൾ വിശദീകരിക്കാനൊന്നും സമയമില്ല, അടിവരയിട്ട് പോണം. ദയവ് ചെയ്ത് ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ സമയമില്ല പ്രിയപ്പെട്ടവരെ. മനം തിരിയുന്നില്ലെങ്കിൽ ഞാൻ തന്റെ വാളിന് മൂർച്ച കൂട്ടുമെന്ന് തിരുവെടുത്ത് ഓർപ്പിക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവിടുന്ന് നമ്മളെ അവനിലേക്ക് തിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് നോക്കിയേ. വായിച്ചാട്ട് ആമോസിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം.
നോക്കിയേ പ്രിയപ്പെട്ടവരെ, എന്തൊരു വാക്യം അടിവരയിട്ട് വെക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ പല്ലിന്റെ വെടിപ്പ് എന്ന് പറഞ്ഞാൽ വല്ലതും കഴിച്ചെങ്കിലല്ല പല്ല് ക്ലീൻ ആക്കേണ്ടതായിട്ടുള്ളൂ. ക്ഷാമമുണ്ടായി, ഞെരുക്കമുണ്ടായി. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ പല്ലിന്റെ വെടിപ്പും. ദൈവത്തിന് സ്തോത്രം. ക്ഷാമമുണ്ടായി, ഞെരുക്കം. ദൈവം ജീവിതത്തിൽ ഞെരുക്കം വരുത്തി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം സാഡിസ്റ്റല്ല പ്രിയപ്പെട്ടവരെ, ദൈവം സാഡിസ്റ്റല്ല. നമ്മുടെ ഞെരുക്കം കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. എന്നാൽ നമുക്ക് നിത്യത നഷ്ടമായി പോകരുതെന്ന്, നമ്മുടെ നിത്യജീവൻ നഷ്ടമായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കം വരുത്തി. എന്നിട്ടും ആരോടോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ ജീവിതത്തിൽ പല്ലിന്റെ വെടിപ്പ്, നാണയത്തുട്ടുകൾ എണ്ണുന്ന സമയങ്ങളുണ്ടായി. 50 പിൽസ് 25 പിൽസ് പറക്കുന്ന നാളുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും നീ എങ്കിലേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. 2 നോക്കിയേ, 4-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ആ ആ ആ ആ നോക്കിയ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ വൻകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും നിങ്ങളുടെ തോട്ടങ്ങളിൽ വിതച്ചു. അധ്വാനം കിട്ടേണ്ടതാ, കയ്യിൽ നിന്നും ചോർന്നു പോകുന്ന പോലെ. പ്രോജക്റ്റ് കിട്ടേണ്ടതാ, ബിസിനസ്സിൽ ലാഭം ഉണ്ടാകേണ്ടതാ, അധ്വാനത്തിൽ ഫലം ലഭിക്കേണ്ടതാ, ശരീരത്തിൽ സൗഖ്യം കിട്ടേണ്ടതാ. എന്നിട്ടും കയ്യിൽ നിന്നും ചോർന്നു പോകുന്നത് പോലെ ഇതൊരു അടയാളമായി കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനെ വെളിപ്പെടുത്തുന്ന വചനത്തിന്റെ ശുശ്രൂഷ ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ വിളിച്ചു പറയുക, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 3 ദൈവത്തിന് സ്തോത്രം. അതിന്റെ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ആ ആ ആ ആ നോക്കിയേ പ്രിയപ്പെട്ടവരെ, കൊയ്ത്തിന് അല്പസമയം മാത്രമുള്ളപ്പോൾ ദൈവം മഴ മുടക്കിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മഴ മുടക്കിക്കളഞ്ഞു. എന്റെ മുമ്പിൽ പറവാൻ ഒത്തിരി ഉദാഹരണങ്ങൾ കയറി വരുന്നു, സമയം ഓടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ. മഴ മുടക്കിക്കളഞ്ഞു ദൈവം. ഒരു പട്ടണത്തിൽ മഴ പെയ്തു, മറ്റേ പട്ടണത്തിൽ മഴ പെയ്തില്ല. ഒരു കണ്ടത്തിൽ മഴ പെയ്തു. പഴയ മലയാള വാക്ക. ഒരു കണ്ടത്തിൽ, ഞാനങ്ങ് ഉദാഹരണം പറയുക, തോമാച്ചായന്റെ കണ്ടത്തിൽ മഴ പെയ്തു, രായിച്ചായന്റെ കണ്ടം ഉണങ്ങിക്കിടന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും മനസ്സിലാക്കിയില്ല ദൈവം വിളിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. നോക്ക് പ്രിയപ്പെട്ടവരെ, അതിന്റെ 10-ാമത്തെ വാക്യം. ആ ആ ആ ആ ഓ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി, യൗവനക്കാരെ പിടിച്ചുകൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്ന് കരയും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണിനും കൈക്കുമ്പിളിൽ നിന്നും ചോർന്നു പോകുന്ന പോലെ ഉദരത്തിൽ നിന്ന് പെറ്റ് പ്രസവിച്ച മക്കൾ നമുക്കെതിരായി തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശ്വാസമായി തീരേണ്ടവർ, നമ്മുടെ കണ്ണുനീരൊപ്പേണ്ടവർ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു എന്ന് സംസാരിച്ചു. എന്നിട്ടും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല എന്ന് തിരുവെടുത്ത് ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാളയത്തിലെ നാറ്റം നിങ്ങളുടെ മൂക്കിൽ കയറ്റും. എന്തൊരു വാക്കാന്ന് നോക്കിയാൽ, ഞാൻ തിരുവെഴുത്തിലെ വാക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നേ. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലണ്ടിൽ പള്ളി വയ്ക്കുന്ന കാര്യം എന്ന് നമുക്ക് പറയാൻ വലിയ മിടുക്ക. കൺവെൻഷൻ വേദികൾ മുഴുവൻ ഇത് തന്നെയാ പറയുന്നേ. എന്നാൽ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചൈനയിൽ തുടങ്ങിയ സാധനം റാന്നി വന്ന് വീഴാൻ അധികം സമയം എടുത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാളയത്തിലെ നാറ്റം മൂക്കിൽ അടിച്ചു കയറ്റിയിട്ടും, ദൈവത്തിന് നിങ്ങളുടെ യൗവനക്കാരെ പിടിച്ചുകൊണ്ടു പോയിട്ടും, ദൈവത്തിന് സ്തോത്രം, അറിഞ്ഞില്ല, തിരിഞ്ഞില്ല, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നില്ല. എന്തെല്ലാം നഷ്ടം ജീവിതത്തിലുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു വാക്ക്, എനിക്ക് ഭയമാണത് പറയാൻ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വേദപുസ്തകത്തിലെ വാക്ക 4:11. ആ ആ ആ ആ ആ ആ ആ ആ ഞാനൊരു മലയാള വാക്ക് പറയട്ടെ. തീപ്പാതി പോലെ ഇരിക്കുക.
തീക്കകത്ത് പകുതി വീണതാ, രോഗം കൊണ്ടുപോയതാ, മഹാമാരി കൊണ്ടുപോയതാ, ദൈവത്തിന് സ്തോത്രം, വന്ന ആ പ്രതിസന്ധി അതങ്ങ് കൊണ്ടുപോയതാ. അതിനകത്തിൽ നിന്നും ദൈവം തീക്കകത്തിൽ നിന്ന്, അങ്ങനല്ലയോ എഴുതിയേ, തീക്കകത്തിൽ നിന്നും, ഓ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോ, തീക്കകത്ത് നിന്നോ ഒരു കൊള്ളി പോലെ ദൈവം വലിച്ചു പുറത്തെടുത്തു. തീപ്പാതി പോലെ വന്നിരിക്കുക, തീപ്പാതി പോലെ. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം പറയുന്നേ, ദൈവത്തിന് തീപ്പാതി പോലെ ദൈവം ആഗ്രഹിക്കുന്നു, തീപ്പാതി പോലെ മരണത്തിന്റെ പല്ലുകൾക്കിടയിൽ നിന്നും അവൻ നമ്മെ വലിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം ദൈവത്തിന്റെ നിലയിലുള്ളതാ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാവണം. വിശുദ്ധി എന്ന് പറയുന്നത് കുറെ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളല്ല കേട്ടോ, ഏതെങ്കിലും ഭക്ഷണം വെടിയുന്നതല്ല, ഒരു മാസത്തേക്ക് ഇറച്ചി തിന്നാതിരിക്കുന്നതല്ല വിശുദ്ധി. ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ളതാ വാസ്തവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുകൂടെ നടക്കുവാൻ നമ്മെ തന്നെ സെറ്റപ്പാട്ട് ചെയ്യുന്നതാ വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുകൂടെ നടക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റി വെക്കണമോ അതെല്ലാം ദൈവത്തിന് സ്തോത്രം, അതിനായി ഞാൻ മനഃപൂർവ്വമായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാ വിശുദ്ധി. ഇന്ന് പകൽക്കാലം ഒന്ന് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാലുള്ള 5 അനുഗ്രഹം വാക്യം മാത്രം പറയും. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചോണം. ദൈവത്തിന് സ്തോത്രം. വാക്യം മാത്രം പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇനി ഞാൻ പറയട്ടെ, തിരിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഇന്ന് ഇവിടം കൊണ്ട് അവസാനിക്കും. തിരിഞ്ഞാലുള്ള അനുഗ്രഹം 5 അനുഗ്രഹം വേഗത്തിൽ പറയാം. 1 ശമൂവേൽ 7:3 ദൈവത്തിന് സ്തോത്രം. വാക്യം കുറിച്ച് വെച്ചോ, ഞാനങ്ങ് പറഞ്ഞോളാം. 1 ശമൂവേൽ 7:3 ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. നമ്മെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും. കാരണം അറിയത്തില്ലയോ, തോൽവിയിൽ നിന്നും തോൽവിയാ, കാരണം അറിയത്തില്ല. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാട്ട് ദൈവം നമ്മെ ജയാളികളാക്കി തീർക്കും. ആവർത്തന പുസ്തകം 4:30-31 ദൈവത്തിങ്കിലേക്ക്. ആവർത്തനം, ഡ്യൂട്രോണമി ചാപ്റ്റർ 4:30-31. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം തൻ്റെ നിയമങ്ങളെ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മോട് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അവൻ ഓർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. 3 ആവർത്തന പുസ്തകം 30 അതിന്റെ 2-ാമത്തെ വാക്യം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ദൈവം നമ്മിലേക്ക് തിരിഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം മനോഹരം, അതൊന്ന് വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം ജോബ് ചാപ്റ്റർ 22:23 ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് 22:23. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. വായിച്ചു. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനടിയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിന്റെ വെള്ളിവാളവും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖമുയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. ഈ വാക്യം വീട്ടിൽ പോയിട്ട് വായിക്കണം. എന്നിട്ടൊരു വെള്ള പേപ്പറിനകത്ത് എഴുതണം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. നേർച്ച കാഴ്ചകൾ കൂടെ കഴിയത്തില്ല, നോമ്പ് നമസ്കാരങ്ങൾ കൂടെ കഴിയത്തില്ല, പുണ്യകർമ്മങ്ങളിൽ കൂടെ കഴിയത്തില്ല, ശയനപ്രദക്ഷിണങ്ങൾ കൂടെ കഴിയത്തില്ല, ശരീരത്തിൽ മുറിവേൽപ്പിച്ചാൽ കഴിയത്തില്ല, നിനക്കുള്ളത് മുഴുവനും അന്നദാനം ചെയ്താലും കഴിയത്തില്ല. നീ ഈ പറഞ്ഞ നിലയിൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പൊന്നെന്ന് തോന്നുന്നത്, നമുക്ക് വിലയേറിയതെന്ന് തോന്നുന്നത്, നമുക്ക് ഓഫീർ തങ്കമെന്ന് തോന്നുന്നത് കോട്ടിലെ കല്ലുകൾക്കിടയിൽ എറിഞ്ഞു കളഞ്ഞാൽ സർവശക്തൻ നിന്റെ പൊന്നും അവൻ നിന്റെ വെള്ളിവാളവും ആയിത്തീരും. എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷെ സമയം ഓടിപ്പോ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, 3 അപ്പോസ്തലന്മാർ 5-ാമത്തെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാലുള്ള 5-ാമത്തെ അനുഗ്രഹം. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിനക്ക് ആശ്വാസ കാലങ്ങൾ തരും. നോക്കി, ഈ 5 അനുഗ്രഹങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിന്റെ തലമ. ദൈവത്തിങ്കിലേക്ക് തിരിയുക, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്,
ആത്മാവ് കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. നോക്ക് പ്രിയപ്പെട്ടവരെ, സമയം തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, ദൈവം ഈ മനുഷ്യനെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ, ഒന്ന് അവന്റെ മാനസാന്തര ജീവിതം ക്രമീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. യാക്കോബ് യബ്ബോക്കിന്റെ കടവിൽ ഇരിക്കുക കേട്ടോ. ഇതുവരെ എന്തുവായിരുന്നു പരിപാടി? പിടിച്ചെന്നാവുമ്പോ എന്ത് ചെയ്യും? ഓടിപ്പോവും, ഇട്ടിട്ട് ഓടും. പിടിച്ചു, പിടി വീണു, ദൈവത്തിന്റെ പിടി വീണു. അമ്മമാരൊക്കെ ചിലരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളിപ്പോ ഇവിടെ അനങ്ങാതിരിക്കുന്നുള്ളതേ ഉള്ളൂ. അറിയാതെങ്കിലും കർത്താവേ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഭർത്താവിനെ ഒന്ന് പിടിക്കണേ കർത്താവേ. പ്രാർത്ഥിക്കത്തില്ലേ പ്രിയപ്പെട്ടവരെ? കർത്താവ് എൻ്റെ ഭർത്താവിനെ ഒന്ന് പിടി, എൻ്റെ അനിയനെ, എൻ്റെ സഹോദരനെ ഒന്ന് പിടിക്കണേ കർത്താവേ. എന്തുവാ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൻ്റെ ആ വഴിയിൽ നിന്നും വേറൊരു തരത്തിലും മാറത്തില്ല. പിടി വീണെന്നാവുമ്പം യാക്കോബ് വിട്ടിട്ട് പോകും. ഇപ്പോൾ യബ്ബോക്കിന്റെ കടവിൽ വെച്ച് ദൈവത്തിന് നിവർത്തിയില്ല. മല്ല് പിടിച്ച് ജയിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനത് വായിച്ചപ്പം റിയലി ലിറ്ററലി നമ്മൾ കരഞ്ഞു പോകും. ദൈവത്തിന് നമ്മുടെ പ്രകൃതി അറിയാം. നാം നമ്മുടെ ആ വഴുതി മാറുന്ന സ്വഭാവം കൊണ്ടാ നാം യഥാർത്ഥത്തിൽ ഒരു അതിശയം, ഒരു അത്ഭുതമായി തീരാത്തതെന്ന് ദൈവത്തിന് അറിയാം. അവിടെ മുതൽ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആയെന്ന് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നേ. അവിടെ മുതൽ യാക്കോബ് പിന്നെ ഓടുന്നില്ല, അവൻ മുടന്തുകയാ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില മുടന്തുകൾ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മെ ഒരു അതിശയമാക്കി മാറ്റാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് ഒന്ന്, നമ്മുടെ മാനസാന്തരത്തിന്റെ മേഖലയാ. രണ്ട്, നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനയുടെ മേഖല. ഇറ്റ് ഈസ്, എനിക്ക് വിശദീകരിക്കാൻ സമയം പോരാന്ന് ഞാൻ ഭാഗം പറഞ്ഞു വിടുക. ദൈവത്തിന് സ്തോത്രം. ആരാധനാ ജീവിതം ക്രമീകരിക്കപ്പെടാതെ ഒരു വ്യക്തി അത്ഭുതമായി തീരത്തില്ല. ദൈവമക്കളെ ക്ഷമിക്കണമേ, നമ്മൾ രണ്ട് പാട്ട് പാടുന്നതോ കൈ തട്ടുന്നതോ കൈ ഉയർത്തുന്നതോ മൂന്നാമത്തെ സ്റ്റാൻസ 2 പ്രാവശ്യം എടുത്തു പാടുന്നതോ ഒന്നുമല്ല ആരാധന എന്ന് പറയുന്നത്. ദൈവം അതൊക്കെ ഒരു ഭാഗമാ. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, അത് ആരാധനയെ ശ്രേഷ്ഠതയാക്കി തീർക്കുന്നത്. ആരാധന കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ അകത്ത് വീഴുന്ന ദൈവത്തിന്റെ തേജസ്, അതാ നമ്മെ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുന്നേ. ശമര്യക്കാരത്തിയോട് ചോദിച്ചേ, അവള് പറയുന്നുണ്ട് അവൾക്ക് ആരാധനയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. യാക്കോബിന്റെ കിണററിയാം, പിതാക്കന്മാർ മലയിൽ ആരാധിക്കുന്നതിനെ കുറിച്ച് അറിയാം. പക്ഷെ പാപത്തിലാ ജീവിക്കുന്നേ. പാപത്തിൽ ജീവിച്ചുള്ള ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിന്റെ ക്രമമല്ല പ്രിയപ്പെട്ടവരെ. സഭാപ്രസംഗിയിൽ ഒരു വാക്യമുണ്ട്, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികൊണ്ട് മനുഷ്യൻ അത് ചെയ്യാൻ ബന്ധപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിന്റെ ക്രമം ഓൺ ദ സ്പോട്ടിലായിരുന്നു പരിപാടി. അതായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്തു ആകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ യഹോവയെ സേവിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരാധനാ ജീവിതം കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം പറഞ്ഞു, നാഴിക വരുന്നു, പിതാവിനെ ആരാധിക്കുന്നവർ സത്യനമസ്കാരികരായിരിക്കണം, ആ നാഴിക വരുന്നു. കർത്താവ് പറയുക, ഇപ്പോൾ അത് വന്നുമിരിക്കുന്നു. ഇന്നു മുതൽ കർത്താവിനെ ആരാധിക്കുന്നവർ, നമ്മൾ ആത്മാവിലും സത്യത്തിലും എന്നാ പറഞ്ഞ് ശീലിച്ച ഇംഗ്ലീഷ് തർജ്ജിമകൾ വായിക്കണം. ആത്മാവ് കൊണ്ടും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അവിടെയാ നമ്മുടെ അവസ്ഥകൾ മാറുന്ന. ദൈവത്തിന് സ്തോത്രം. നാം പരിസരം മറക്കുന്ന അവിടെ വെച്ചാ ആത്മാവ് കൊണ്ട് ആരാധിച്ചാലേ ശരീരം മുറിഞ്ഞു കിടക്കുമ്പോഴും പൗലോസിനും ശീലാസിനും ആരാധിക്കാൻ പറ്റുന്നു. നമുക്കൊരു പനി വന്നാൽ നമ്മൾ 3 ആഴ്ച പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത് കൊണ്ടാ അവർക്ക് ആരാധന വെളിപ്പെട്ടെ. യഹോശാഫാത്തിന്റെ മുമ്പിൽ 3 കൂട്ടം രാജാക്കന്മാർ വന്നു നിന്നിട്ടും സൈന്യങ്ങളുടെ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുവാനിടയായി ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നിടത്ത് ജയം വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിനെല്ലാം മഹത്വം ഞാൻ കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ദൈവം യാക്കോബിനെ ലാബാന്റെ കയ്യിൽ നിന്നും വിടുവിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ബഥേലിൽ ആരാധിക്കാൻ വേണ്ടിയാ. ബഥേലില്ല ദൈവം ഉടമ്പടി ചെയ്തേ. അവിടെ ആരാധിക്കണം. സ്ഥലത്തിനല്ല, കെട്ടിടത്തിനല്ല പ്രാധാന്യം. ആത്മാവിൽ ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധത്തിൽ, ആ റിലേഷൻഷിപ്പിൽ ആരാധിക്കണം. ഹൃദയം കൊണ്ട് ബന്ധമില്ലാതെ വായ് കൊണ്ട് പറയുന്നതല്ല. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞേ, അവർ ജാതികൾ ദൈവത്തിന് അധരചർവണം ചെയ്യുന്നത് പോലെ റിപ്പീറ്റിംഗ്. ദൈവത്തിന് സ്തോത്രം. റെപ്പറ്റീഷൻസ് കൊണ്ട് കാര്യം നടക്കുമെന്ന് അവർ ചിന്തിക്കുന്നേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആകരുത്. ദൈവത്തെ ആരാധിക്കുന്നവർ
അവർ ആത്മാവ് കൊണ്ടും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ബഥേലിൽ ആരാധിക്കാൻ വിട്ടിട്ട് നിങ്ങൾ വായിക്കണം 33-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അവർ യാത്ര ചെയ്ത് ശേഖേമിൽ എത്തിച്ചേർന്നു. ശേഖേം ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമല്ല. അവരവിടെ താമസിച്ചു. പേരിനൊരു യാഗപീഠവും അവിടെ പണിതു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദീനായെ ശേഖേമിലെ പ്രഭു പിടിച്ചുകൊണ്ടുപോയി. അത് നിമിത്തം ലേവിയെയും ശിമയോനെ അപ്പൻ ശപിച്ചു. ആ പഴയ കണ്ടോ, ആ ലൈന് വരുന്നേ കണ്ടോ? യാക്കോബ് രൂബേനെ ശപിച്ചു. ഇവിടെ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം വീണ്ടും ദീനായിൽ കൂടെ ലേവിയെയും ശിമയോനെ ശപിക്കുകയാണ്. ആദ്യം നോഹ കനാനെ ശപിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ശാപത്തിന്റെ കണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൾ ശേഖേമിൽ നിന്നു. ദൈവം ഒടുക്കം പറഞ്ഞു, യാക്കോബേ, നീ ബഥേലിൽ പോ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം. അവിടെ വെച്ച് അവർ കാതിലെ കുണുക്കുകൾ, അന്യവിഗ്രഹങ്ങൾ. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ മനസ്സിലാക്കിയത് പറയാം. ശേഖേമിൽ ആരാധിക്കുമ്പോഴും കൂടെ എന്തോ ഉണ്ട്? അന്യദൈവം ഉണ്ട്. ശേഖേമിൽ ആരാധിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്ത ആരാധനയാണ്. ആ ആരാധന ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. സത്യവചനം അറിഞ്ഞിട്ടും ആരെ ആരാധിക്കണ്ടേ? മധ്യസ്ഥന്മാരെയാണോ, പുണ്യവാളന്മാരെയാണോ, മനുഷ്യരെയാണോ, ഏതെങ്കിലും കർമ്മങ്ങളെയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിൽ മരിച്ച നിമിത്തം വചനം പറയുന്നു, നമുക്കായി ക്രൂശിൽ മരിച്ച യേശു കർത്താവിൽ കൂടിയ മാത്രമാ നമ്മുടെ രക്ഷ. 34-ാമത്തെ അധ്യായം ആ തിരുത്തൽ വന്നു. 35-ൽ അവർ ദൈവത്തെ ബഥേലിൽ ആരാധിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ആരാധന ജീവിതം ക്രമീകരിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഞായറാഴ്ചയിലെ 2 മണിക്കൂറത്തെ സമയങ്ങളല്ല നമ്മുടെ ആരാധന. ദൈവത്തിന് സ്തോത്രം. ആരാധന ജീവിതം ക്രമീകരിക്കപ്പെടണം. വേറെങ്ങും വിരൽ ചൂണ്ടണ്ട പ്രിയപ്പെട്ടവരെ. 1 നമ്മുടെ മാനസാന്തര ജീവിതം, 2 നമ്മുടെ ആരാധന ജീവിതം, 3 ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനത്തിൽ കൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന അനുഭവം. ദൈവ വചനത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന അനുഭവം. വിശദീകരിക്കാൻ സമയം പോരാത്തതുകൊണ്ട് അത് ദീർഘസമയങ്ങൾ എടുക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. നമ്മുടെ മാനസാന്തരം ഒരിക്കൽ തീരുന്നതല്ല. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സംഭവിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മനസ്സ് പുതുക്കി വേദപുസ്തകത്തിന്റെ ക്രമം പഠിച്ചാൽ മതിയാവും. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ക്രൂശ് മരണം സംഭവിച്ചു സുവിശേഷങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കൂടെ ആ രക്ഷ വെളിയിൽ വെളിപ്പെടുത്തി സഭ രൂപാന്തരപ്പെട്ടു, സഭയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ട, പിന്നത്തേതിൽ ലേഖനങ്ങൾ ഉണ്ടായി. സഭയെ കാനോനികമാക്കി തീർക്കുവാൻ, കാനോനൈസ് ചെയ്യുവാൻ, ദൈവത്തിന് നമ്മെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നിർത്തുവാൻ, കർത്താവിൻ്റെ വരവിങ്കൽ മണവാട്ടികളായി വെളിപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ കണ്ണുകളെ അടച്ചാട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെ നമ്മളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. 1 മണിക്കൂർ സമയം നിങ്ങൾ എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഇവിടെ നിന്ന് നൃത്തം ചെയ്യിപ്പിച്ച് പോകുന്നത് പോലെ കുറെ കാര്യങ്ങൾ പറയിപ്പിച്ച് വിട്ടിട്ട് ദൈവത്തിന് ജീവിതം പഴയതുപോലെ ആയിത്തീരുന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധി ഞാൻ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക ഒരു അത്ഭുതമായി തീരണമെന്ന്. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഞങ്ങൾ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുക. ഇന്ന് ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ കൂട്ടായ്മയായി കൂടുവാൻ ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പച്ച അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന് വായിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥനയെ അഭിഷേകത്തോടെ നിർത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
അനേക വിഷയങ്ങൾ ഓർക്കുവാനും മധ്യസ്ഥ അണയ്ക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം മറുപടി അയച്ചതോർത്ത് ഞങ്ങൾ രക്ഷകനെ ഉയർത്തി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ശ്രവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം ഞങ്ങളുടെ കാതുകൾക്ക് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ദാസനെ അതിനായി ദൈവം അഭിഷേകത്തോടെ നിർത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പൈതലിൻ്റെ ശുശ്രൂഷകളെ എൻ്റെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അനേക ഇടങ്ങളിൽ എൻ്റെ കർത്താവിനെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ ദൈവം നിന്റെ പൈതലിനെ ദൈവം ഉപയോഗിക്കുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. പാപത്തോട് പോരാടി വിശ്വസ്തയോടെ ജീവിപ്പാൻ എൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ലഭിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവർ ഭാവി ദൈവകരങ്ങളിലാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം താല്പര്യത്തോടെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവർ വ്യക്തിപരമായ ആവശ്യത്തിൻ്റെ മേലെ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുവാൻ എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസിദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. അപ്പോൾ സൂമിൽ കൂടെ ഇതിൽ സംബന്ധിക്കുന്ന സഹോദരങ്ങൾക്കുമായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ കൂട്ടായ്മ, ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ വചനം അവർക്കും അനുഗ്രഹമായെന്ന് ഞങ്ങൾ അത് വിശ്വസിക്കാൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വേകുട്ടിച്ചാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കും സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണം. അപ്പോൾ ശരീരദേഹി ആത്മാക്കളെ എൻ്റെ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ വേദനയിലും ഭാരത്തിലും ആയിരിക്കുന്നവർ ആശ്വാസത്തിനായി ഞങ്ങൾ കൂട്ടായ്മയായി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം സൗഖ്യവും ആരോഗ്യവും ദൈവം കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കൂടി വരുമ്പോൾ അവിടുത്തെ കൃഷ്ണമണി പോലെ ഞങ്ങളെ പരിപാലിക്കണം. സ്വർഗം അത് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള പൊന്നുനാമത്തിൽ തന്നെ. പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചോണ്ടമേ. എന്നുള്ള ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കൂട്ടായ്മയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടും ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അനുഭവത്തോടുകൂടിയും വചനം സൂക്ഷിച്ച് അവിടുത്തെ കർത്തദാസനോടും ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നൽകി തന്ന അജു സഹോദരനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലെ അനേക ഭാഗങ്ങൾ എടുത്ത് നമ്മോട് ഇടപെട്ടല്ലോ. എന്തുകൊണ്ടത് നടക്കുന്നില്ല, എങ്ങനെയത് നടക്കണമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഇന്നത്തെ മെസ്സേജും നമുക്ക് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സൈറ്റിൽ കാണും. ഒന്നുകൂടെ കേൾക്കുക, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ച നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.